എനിക്കെതിരെ ആയിക്കോ, എന്നെ നെഗറ്റീവായിട്ട് കാണിച്ചോ, പക്ഷെ അത് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ ആ ഗെയിം കഴിഞ്ഞാൽ ജീവിക്കണം. തെറ്റ് പറ്റും. തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. ഇവിടെ ഇരിക്കുന്നവരും ഇല്ല, പുറത്തുള്ളവരും ഇല്ല, ഒരാളും ഇല്ല. ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ഒരു തെറ്റെങ്കിലും എല്ലാ ദിവസവും ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ്. അവളെ കുറിച്ച് പറയുന്ന ചില കമന്റ്സ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിന്റെ അകത്തുനിന്ന് എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വിഷമം വരും. അത് എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല. ഞാനും ജാസ്മിനും തമ്മിലാണ് ഇഷ്ടമുള്ളത്, ഞാനും ജാസ്മിനും തമ്മിലാണ് ആ കണക്ഷൻ ഉള്ളത്. ജാസ്മിൻ കരഞ്ഞത് ആ വീട്ടിലുള്ളവർക്ക് വേണ്ടിയോ ഓഡിയൻസിന് വേണ്ടിയോ അല്ല, എനിക്ക് വേണ്ടിയാണ് കരഞ്ഞത്. റോബിൻ ദിൽഷയുടെ കേസിൽ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. അവർ എന്തോ അടിയായി പിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കാം. ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. അതായത് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നത് എൻ്റെ ഇമോഷൻസ് ആണ്. ഞാനിപ്പോൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കുന്ന ഇമോഷനാണ്. സായി പതുങ്ങിയിരുന്നു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സായിക്ക് നല്ല സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷെ സായി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കൂല അത്. അർജുൻ ഇസ് എ ഗുഡ് ഗെയിമർ. ഈസ് എ റിയലി ബ്രില്യൻ ഗെയിമർ. കാരണം അവൻ്റെ അത്രയും ബിഗ് ബോസ് പഠിച്ചിട്ടുള്ള വേറെ ആരും ആ വീട്ടിലുണ്ടാവില്ല. ഇത് നിങ്ങൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഈ നിമിഷം വരെ എനിക്ക് PR ടീം ഉണ്ടായിട്ടില്ല. ആരോടും പോലും പേഴ്സണലി അല്ലെങ്കിൽ ഒരു സെൽഫ് ട്രാക്കിൽ നിൽക്കുന്നവരോടോ ഇൻഫ്ലുവൻസേഴ്സിനോടോ സപ്പോർട്ട് ചെയ്യണം. സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹാവ് ടു ടേക്ക് ഇൻഡിവിജ്വൽ ഡെസിഷൻ. കാരണം ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അവനിപ്പോൾ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താൽ ചെയ്യുന്നത്. ജാസ്മിൻ്റെ അടുത്തൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പോകില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി ദ സെയിം. കാരണം എനിക്കതിൽ തെറ്റ് തോന്നുന്നത് വരെ ഞാൻ അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഒരു ഫിസിക്കൽ ഇൻറ്റിമസി അല്ലെങ്കിൽ എൻ്റെ സുഹൃത്തിൻ്റെ ദേഹത്ത് ഞാൻ തോളത്ത് കയറുന്നതുകൊണ്ടോ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ടോ എനിക്കൊരു തെറ്റെന്ന് തോന്നുന്നു. ഞാൻ ചായയുടെ അകത്തേക്ക് തുപ്പിടുന്നൊന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് സ്നീസ് ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. സ്നീസ് ചെയ്യുന്ന എപ്പോഴും നമ്മുടെ വായന എന്തെങ്കിലും വന്നോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. ജനങ്ങളുടെ വിധിയാണ്, അത് മാനിക്കുന്നു എന്ന് പറയുന്നു. ബിഗ് ബോസിൽ പോകുന്ന സമയത്ത് 100 ദിവസം എത്ര എന്നുള്ളതാണ് ആഗ്രഹം എന്ന് പറയുന്നു. ഇത് എത്താതെ പുറത്തു വരുന്നുണ്ടെങ്കിൽ അവിടെ നീതിപൂർവ്വം കളിക്കുകയോ അല്ലെങ്കിൽ അവിടെ വേണ്ട ഒരു മത്സരാർത്ഥി നിലയിൽ ഏറ്റവും ബെസ്റ്റ് കൊടുക്കാൻ പറ്റുന്നില്ല എന്നതും കൂടി അവിടെ ഒരു മീനിങ്ങിൽ ഇല്ലേ? അപ്പൊ ശരിക്കും കാൽക്കുലേഷൻ തെറ്റില്ല തന്നെയല്ലേ? അപ്പൊ ശരിക്കും അതായത് 100 ദിവസം എത്ര എന്ന് ആഗ്രഹമുള്ള പോയിട്ടുള്ള ഒരാൾ 100 ദിവസം എത്താതെ പോകുന്നുണ്ടെങ്കിൽ അതെങ്ങനെ കാൽക്കുലേഷൻ ശരിയാവുന്നേ? ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഞാൻ 100 ഡേയ്സ് നിൽക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് പോണത്. ആഗ്രഹമുള്ളത് കാൽക്കുലേഷനും രണ്ടാണ്. ഒരു കാര്യം എനിക്കിപ്പോ ഒരു സാധനം വേണമെന്ന് ആഗ്രഹിക്കുന്നതും അതിനുവേണ്ടി നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിനാണ് കാൽക്കുലേഷൻ. അതിലേക്ക് എത്താൻ ഞാൻ എങ്ങനെ ചെയ്യും എന്നുള്ളതിനെ ആലോചിച്ച് ചെയ്യുന്നതാണ് കാൽക്കുലേഷൻ. 100 ദിവസം നിൽക്കണം എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ചെന്നിട്ട് ഐ ഹവ് നെവർ കാൽക്കുലേറ്റഡ് എനിത്തിങ് ഇൻ ദാറ്റ് ഹൗസ്. ഐ ഹവ് ജസ്റ്റ് ബിഹേവ്ഡ്. ഞാൻ അവിടെ നിന്നു. എനിക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോൾ എന്താണ് ചെയ്യാൻ തോന്നുന്നത്? ഭക്ഷണം കഴിക്കും, ഗെയിം കളിക്കും. I'll do whatever I feel like. അത്രേ ഉള്ളൂ. അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് അതിൽ കാൽക്കുലേറ്റ് ചെയ്ത് 100 ദിവസത്തേക്ക് ഇന്ന പ്ലാൻ, അടുത്ത ആഴ്ച ഇങ്ങനെ ചെയ്യണം. അടുത്ത ദിവസത്തിലേക്ക് വരുമ്പോൾ എന്റെ സ്ക്രീൻ സ്പേസ് അല്ലെങ്കിൽ ഞാൻ എങ്ങനെ കയറി കളിക്കണം എന്നതിനെ കുറിച്ച് ഒരു പ്രീ പ്ലാൻഡ് ആയിരുന്നില്ല. വാക്ക് അതിൻ്റെ അകത്ത് ഉപയോഗിക്കാറില്ല. ബാക്കിയുള്ളവർ ഉപയോഗിക്കുന്ന സമയത്ത് അതിനെ അവർക്കെതിരെ ഉപയോഗിക്കുന്നതല്ലാതെ ഞാൻ എന്റെ സ്ക്രീൻ സ്പേസ് എന്ന് ഒരു പ്രാവശ്യം പോലും ആ ഷോയിൽ പറഞ്ഞിട്ടുണ്ടാവില്ല. അല്ല, അതിന് ശ്രമം നടത്തിയിട്ടുണ്ടോ? വാക്കുകൾ കൊണ്ട് ഉപയോഗിച്ചില്ല. എനിക്ക് ആവശ്യത്തിലധികം സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെന്നുള്ളത് എനിക്ക് ആദ്യത്തെ ആഴ്ച തൊട്ട് അറിയാവുന്ന കാര്യമാണ്. കാരണം നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മളൊരു സ്ഥലത്ത് ഇരിക്കുന്ന സമയത്ത് ക്യാമറ നമ്മുടെ നേരെ ഇറ്റ്സ് വെരി വിസിബിൾ, ലൈക്ക് ഇറ്റ്സ് വെരി എവിഡന്റ്. നമ്മൾ ഇരിക്കുന്ന സ്ഥലത്തേക്ക് ക്യാമറ തിരിയുമ്പോൾ നമുക്ക് അറിയാം അവരെന്താണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ളത്, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻ സ്പേസ് കിട്ടുന്നുണ്ടെന്നുള്ളത്. അതിപ്പോ ഞാൻ നിങ്ങൾ ഇപ്പൊ പറയാം, അടുത്ത ചോദ്യം എനിക്കറിയാം. ജാസ്മിന്റെ കൂടെ നിന്നാലും അല്ലെങ്കിലും ഞാൻ ഒറ്റയ്ക്ക് നിന്ന് കഴിഞ്ഞാലും നമുക്ക് അറിയാം വീടിന്റെ അകത്ത് നിൽക്കുമ്പോൾ ക്യാമറ ഏതാണ്, സൂമിലാണോ വൈഡിലാണോ, ആരെയാണ് ഫോക്കസ് ചെയ്യുന്നത്, ഏത് ആംഗിൾ എടുക്കുന്നത് എന്നുള്ളത്. എനിക്ക് ഇപ്പൊ സിനിമാറ്റോഗ്രഫി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഓൾറെഡി എനിക്ക് ആ പരിപാടി അറിയായിരുന്നു. സ്ക്രീൻ സ്പേസിന് വേണ്ടി ഞാൻ ഒന്നും ചെയ്യേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. എനിക്ക് തോന്നുന്ന പരിപാടികളിലെല്ലാം ഞാൻ ഇടപെടുമായിരുന്നു. പിന്നെ ആ വീട്ടിലെ ഒരു റൂൾ അനുസരിച്ചിട്ട് there's no വേറെ ഒരു ഇതൊന്നുമില്ല. അതായത് നമുക്ക് ഇന്ന പരിപാടിയിൽ ഇടപെടാൻ പാടുള്ളൂ, ഇന്നതിൽ ഇടപെടാൻ പാടില്ല എന്നുള്ളൊരു കാര്യമില്ല. ഇഷ്ടമുള്ള എന്തിലും ഇടപെടാം. കാരണം അവിടെ എല്ലാവരും ഈക്വൽ ആണ്. നമുക്ക് എന്തും പറയാം. കോൺട്രാക്റ്റിൽ നമ്മൾ ഇന്ന പോലെ കളിച്ചോളാം എന്നൊന്നും പറഞ്ഞിട്ടില്ല. എങ്ങനെ വേണമെങ്കിലും കളിക്കാം. ഓക്കെ, ഇങ്ങനെ പ്രീ പ്ലാനിങ് ഇല്ല എന്ന് പറയുന്നു, അല്ലെങ്കിൽ അടുത്ത ദിവസം ഇങ്ങനെ ചെയ്യേണ്ട ഒരു തീരുമാനം ഇല്ലായിരുന്നു പറയുന്നു. പുറത്തിറങ്ങിയത് വരെ അത്രയും ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണ്. അതിലൊരു വിഷമില്ല, അൺഫെയർ ആയിരുന്നില്ല എന്നുള്ളത് പറയുന്നു അല്ലെ? അപ്പോ അൺഫെയർ ആയിരുന്നോ? അപ്പൊ അങ്ങനെ വന്നൊരു സംഭവത്തിൽ ഇത്രയും ദിവസം ബിഗ് ബോസ് ഹൗസിലേക്ക് പോകുമ്പോൾ ശരിക്കും ഇതൊരു ടൈറ്റ് കോമ്പറ്റീഷൻ ആണ്, അല്ലെങ്കിൽ ഞാൻ ഇതിനു വേണ്ടി കുറെ വർക്ക് ചെയ്യേണ്ടി വരും എന്നൊന്നും ചിന്തയില്ലാതെ ശരിക്കും ഒരു ചിൽ മൂഡ് അല്ലെങ്കിൽ ആ ഒരു ചിൽ മൂഡിൽ തന്നെയാണ് ചിന്തിച്ചിട്ടുണ്ട്. ഞാൻ നെർവസ് ആയിട്ടുണ്ട്. അതായത്
ലാലേട്ടനെ കണ്ട സമയത്ത് ഞാൻ നെർവസ് ആയിട്ടുണ്ട്. കാരണം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന നടന്മാരിൽ നല്ല നടന്മാരിൽ ഒരാളാണ് ലാലേട്ടൻ. ലോകം കണ്ടതിൽ തന്നെ വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ടർ. ഐ എം ആൻ ആക്ടർ. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുന്ന സമയത്ത് ആ പുള്ളിനെ കണ്ട സമയത്ത് എൻ്റെ മുട്ടിടിച്ച് ഞാൻ തലയിറങ്ങി വീണ എൻ്റെ തുമ്പത്തെത്തി നിൽക്കുമ്പോഴാണ് സ്റ്റേജിൽ നിൽക്കുന്നത്. ഐ വാസ് വെരി നെർവസ്. കാരവാനിൽ ഇരുന്ന സമയത്താണെങ്കിലും ഞങ്ങൾ കയറുന്നതിൻ്റെ അന്ന് ഒരു 8 മണിക്കൂറോ 9 മണിക്കൂറോ എന്തോ കാരവാൻ്റെ അകത്ത് ഇരുന്നിട്ടുണ്ട്. അന്ന് നമുക്ക് സംസാരിക്കാനൊന്നും ആരുമില്ല. ഫോണ് അവർ കൊണ്ടുപോയി. അപ്പൊ ബേസിക്കലി ലൈക്ക് ഇൻട്രോസ്പെക്ടിങ് ആണ്. കാരവാൻ്റെ അകത്തിരുന്ന് അത്രയും നേരം ഫുള്ള് നമ്മളിങ്ങനെ നമ്മുടെ തന്നെ ചിന്തകളിൽ ഇങ്ങനെ മുഴുകിയിരുന്ന അവസാനം കയറുന്നതിനൊരു 2-3 മണിക്കൂർ മുമ്പ് ഇവരുടെ ക്രൂവിൽ ഒരു 4 പേര് നമ്മളെ കാണാൻ വന്നു. ഇങ്ങനെ അവർ ജസ്റ്റ് ഫൈനൽ സംസാരങ്ങൾക്ക് വേണ്ടി വന്നായിരുന്നു. അപ്പൊ അവരെന്നോട് ചോദിച്ചു, എന്താ ഗബ്രി ഒരു എക്സൈറ്റ്മെന്റ് ഇല്ലല്ലോ, ബാക്കി എല്ലാ കാരവാനിലും എല്ലാവരും ചാടി ചാടി ഡാൻസ് കളിച്ച് നിൽക്കുകയാണ്, ഗബ്രി എന്താ ഇങ്ങനെ ഉറക്കം തൂങ്ങിയ പോലെ ഇരിക്കണേ, ആകെ ശോകമാണല്ലോ, വേറെ ലാസ്റ്റ് മൊമെന്റിൽ ഫിക്സ് ആയതാണ് ഗബ്രി, അപ്പൊ ആ അവസരം നന്നായിട്ട് യൂസ് ചെയ്യണം, അത് ചെയ്യണം ഇത് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല, ഞാൻ കാരവാന്റെ അകത്ത് ഇങ്ങനെ അടച്ചു കൂട്ടിയിട്ടിരുന്നിട്ടുണ്ടെങ്കിൽ എനിക്ക് അവിടെ എനർജി എടുക്കേണ്ട ആവശ്യമില്ല. ബേസിക്കലി ഐ എം കാം. അവിടെ ഞാൻ മിണ്ടാതെ ഉറക്കം തൂങ്ങി ഇരിക്കുകയാണ്. വീടിന്റെ അകത്ത് എത്തുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും എനർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. ഇപ്പൊ ഇവിടെ അല്ലല്ലോ എനർജി എടുക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. സ്റ്റേജിൽ നിൽക്കുമ്പോഴും ലാലേട്ടനും അത് തന്നെയാണ് ചോദിച്ചത്, എന്താ മോനെ ഒരു എനർജി ഇല്ലാത്തത്, ഒന്ന് ഡൗൺ ആണല്ലോ, ഓക്കെ ആണോ എന്നൊക്കെ ലാലേട്ടൻ ചോദിച്ചിട്ടാണ് എന്നെ വീടിന്റെ അകത്തേക്ക് കയറ്റി വിടുന്നത്. വീടിന്റെ അകത്ത് കയറ്റി വിട്ട് കഴിഞ്ഞപ്പോ പിന്നെ അപ്പൊ തന്നെ അവർക്ക് മനസ്സിലായി എനർജി ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് മാറിയല്ലോ. എനിക്ക് ആ വീടിന്റെ അകത്ത് കയറുന്ന വരെ ആ ഒരു നെർവസ്നെസ് ഉണ്ടായിരുന്നു. കാരണം എനിക്ക് കണ്ടസ്റ്റൻസിനെ അറിയില്ല, ആരാണ് അതിന്റെ അകത്തുള്ളത്, എങ്ങനത്തെ ആൾക്കാരാണുള്ളത്, അതുപോലെ തന്നെ മറ്റേ ബെഡ്റൂം സിറ്റുവേഷൻ, ബാത്റൂം സിറ്റുവേഷൻ എല്ലാം നമുക്ക് നോക്കണം. കാരണം എനിക്ക് ലൈഫിൽ ഏറ്റവും ഞാൻ കംഫർട്ടബിൾ ആയി വെക്കാൻ ആഗ്രഹിക്കുന്ന 2 കാര്യങ്ങൾ ബെഡ്റൂമും ബാത്റൂമും. കിടക്കുന്ന സ്ഥലം നല്ല വൃത്തിയുള്ള തണുപ്പുള്ള ഒരു സ്ഥലം വേണം, വൃത്തിയുള്ള ഒരു ബാത്റൂം വേണം. പിന്നെ എനിക്ക് ബാക്കിയുള്ള ആളുകൾ നിൽക്കുന്ന സമയത്ത് എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എത്രയും നീറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത്രയും വൃത്തിയുള്ള സ്ഥലം വേണം എന്ന് പറയുമ്പോൾ ഈ സഹമത്സരാർത്ഥികൾ കൂടി ഇത്രത്തോളം വൃത്തി ഉണ്ടായിരിക്കണം, നീറ്റ് ആയിരിക്കണം എന്നൊരു താല്പര്യം ഉണ്ടായിരുന്നോ, ആഗ്രഹം ഉണ്ടായിരുന്നു? അവര് വൃത്തിയുണ്ടോ ഇല്ലോ എന്നുള്ളത് എന്നെ ബാധിക്കുന്ന കാര്യമല്ല, പേഴ്സണൽ ചോയ്സ് ആണ്. പക്ഷെ ആ വീടില് അകത്ത് വൃത്തിയുണ്ടോ എന്നുള്ളത് ഇറ്റ് മാറ്റേഴ്സ് ഉണ്ട്. സ്വാഭാവികമായിട്ട് ആ ഒരു നീറ്റ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഗബ്രിയും ശ്രദ്ധിച്ചിട്ടുണ്ട് ഉണ്ട്. സോ സഹമത്സരാർത്ഥികളുടെ കയ്യിൽ നിന്ന് അത്തരത്തിലൊരു വൃത്തിയില്ലായ്മ വരുമ്പോ സഹമത്സരാർത്ഥികൾ എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? കണ്ടസ്റ്റൻസ്. ഓക്കെ, സഹമത്സരാർത്ഥികളിൽ നിന്ന് എനിക്ക് വൃത്തികേടായിട്ട് പ്രത്യേകിച്ച് ഒന്നും തോന്നിയിട്ടില്ല. എനിക്ക് 1-2 ഇൻസിഡൻസ് അല്ലാതെ വലിയ കാര്യമായിട്ട് വൃത്തി, അതായത് ഹൈജീൻ, പേഴ്സണൽ ഹൈജീന്റെ പേരിൽ അങ്ങനത്തെ എനിക്ക് അൺകംഫർട്ടബിൾ ആയിട്ട് രീതിയിട്ടുള്ള ഒരു ഇൻസിഡന്റ് വീട്ടിൽ ഉണ്ടായിട്ടില്ല. ഒരുപാട് പേര് കുറെ അലിഗേഷൻസും പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അതൊക്കെ പേഴ്സണൽ ചോയ്സ് ആണ്. ഒരാളെ എങ്ങനെ അയാളുടെ ഹൈജീൻ കീപ്പ് ചെയ്യുന്നു എന്നുള്ളത് സ്ട്രിക്ട്ലി പേഴ്സണൽ. എനിക്കതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമില്ല. അത് എന്റെ ലൈഫിനെ എഫക്ട് ചെയ്യുമ്പോൾ മാത്രമാണ് എനിക്കതിൽ അഭിപ്രായം പറയേണ്ട ആവശ്യമുള്ളൂ. അങ്ങനെ ഏതെങ്കിലും തരത്തിൽ പറയേണ്ട അവസ്ഥ വന്നിട്ടുണ്ടോ? ഇല്ല. പക്ഷെ ഏറ്റവും കൂടുതൽ അവിടെ അവസ്ഥ വന്നിട്ടുണ്ട്. ഞാൻ ഹൈജീന്റെ പേരിൽ പ്രശ്നം ഉണ്ടാക്കിയിട്ടുള്ള ഇഷ്യൂ ആയിരുന്നു. ജിൻഡോ ചേട്ടൻ കത്തി കൊണ്ടുവന്നിട്ട് കിച്ചണിൽ കട്ട് ചെയ്യുന്ന കത്തി എടുത്തിട്ട് ബാത്റൂം കഴുകണ ചൂല് മുറിക്കാനായിട്ട് നോക്കിയ സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു അത് പേഴ്സണൽ ഹൈജീൻ അല്ല, അത് നെക്സ്റ്റ് ലെവൽ ഹൈജീൻ പ്രോബ്ലം ആണ്. ഈ ചായയിൽ തുമ്മുന്നത് വിഷയമാണോ? ഞാൻ ചായ കുടിക്കാറില്ല. ഇല്ല, അതുകൊണ്ട് വിഷയമല്ല. വിഷയം തന്നെയാണ്. അത് റോങ് ആണ്. ചായയിലേക്കാണ് തുമ്മിയിട്ടുള്ളതെങ്കിൽ അത് മനഃപൂർവ്വമാണെങ്കിൽ അത് റോങ് ആണ്. അബദ്ധവശാൽ തുമ്മിയ ചായ കളയാതിരുന്നതാണ് റോങ്. തുമ്മുന്നത് ഒരിക്കലും റോങ് അല്ല. പക്ഷെ അങ്ങനെ വന്ന് പറ്റിയിട്ടുണ്ടെങ്കിൽ അത് പറയാന്നുള്ള ഒരു സംഭവം ഇല്ലേ? ഉണ്ട്. ശരിക്കും അത് തെറ്റായി തോന്നുന്നുണ്ടോ? തെറ്റാണ്. അത് അവിടെ വെച്ച് തന്നെ എല്ലാവരും പറഞ്ഞാണല്ലോ, തെറ്റാണ്. ഗബ്രി സൂചിപ്പിക്കാൻ തോന്നിയിരുന്നു? ഞാൻ കണ്ടിട്ടില്ല. ഇപ്പൊ ജിൻഡോന്റെ കേസിൽ എടുത്തു പറഞ്ഞു, ഇപ്പൊ ചൂടിൽ അതങ്ങനെ വെച്ച് ചെയ്യണത് മോശം കാര്യമാണെന്നുള്ളത്. കിച്ചണിൽ ഞാൻ അവിടെ നിൽക്കുമ്പോഴാണ് അത് ചെയ്തെങ്കിൽ 100% ഞാൻ പറയും അത് എടുത്ത് കളയാം, ഞാൻ പറയും. ഞാനത് കണ്ടിട്ടില്ല. അത് ഞാൻ കാണുന്നത് വിഷ്വൽ വീഡിയോയിലാണ്. AV പ്ലേ ചെയ്ത സമയത്താണ് ഞങ്ങൾ എല്ലാവരും, ഭൂരിഭാഗം പേര് 80% ഓഫ് ദ പീപ്പിൾ ഇൻ ദാറ്റ് ഹൗസ് ഫസ്റ്റ് ടൈം ആ വീഡിയോ കാണുന്നത് ടിവിയിൽ പ്ലേ ചെയ്യുമ്പോഴാണ്. അപ്സര മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ അപ്സര അത് കളയാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, എന്റെ പേഴ്സണൽ പെർസെപ്ഷൻ എന്താന്ന് വെച്ചാൽ, അപ്സര തുമ്മുന്നത് കണ്ടിട്ട് ചായ കളയാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ, അപ്സര ഇസ് വൺ ഓഫ് ദ ക്ലീനസ്റ്റ് പേഴ്സൺ ഇൻ ദ ഹൗസ്. അപ്സര ഇസ് വൺ ഓഫ് ദ ബെസ്റ്റ് ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ ചിലപ്പോൾ ജാസ്മിൻ തുമ്മിയത് ചായയുടെ അകത്തേക്ക് ആയിരിക്കില്ല. കാരണം അപ്സരയുടെ സ്വഭാവം ഇത്രയും നാൾ കണ്ടിട്ടുണ്ടെങ്കിൽ, ലൈവും ഇത് കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം. ഞാൻ നിന്ന് എനിക്ക് ഉള്ളതുകൊണ്ട് ഞാൻ പറയുന്നു, അപ്സര ഇസ് എ വെരി സ്ട്രിക്ട് പേഴ്സൺ. അപ്സര തെറ്റ് കണ്ടാൽ കൃത്യമായിട്ട് ചൂണ്ടിക്കാണിക്കുന്ന ആളാണ്, കൃത്യമായിട്ട് അത് പറയുന്ന ആളാണ്. പ്രത്യേകിച്ച് കിച്ചൺ ടീമിൽ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അപ്സരയുടെ അടുത്ത് നിന്ന് നമ്മൾ ചെറിയൊരു കാര്യം ചെയ്താൽ പോലും ആ പാത്രത്തിൽ നിന്ന് ഒരു പീസ് എടുക്കുന്നത് പോലും അപ്സരയ്ക്ക് ഇഷ്ടമല്ല. അവിടെ വെച്ച് ജാസ്മിൻ തുമ്മിയിട്ടുണ്ടെങ്കിൽ അത് ചായയുടെ അകത്തേക്ക് പോകുന്നത് അപ്സര കണ്ടിട്ടുണ്ടെങ്കിൽ 110% അപ്സര പറയും ചായ എടുത്ത് കളയാൻ പറയും. ഇല്ല, പറഞ്ഞിട്ടില്ല. അപ്പൊ അപ്സര പറഞ്ഞിട്ടില്ലെങ്കിൽ എനിക്ക് വിശ്വസിക്കാൻ താല്പര്യം. ഞാൻ ആ വിഷ്വൽ കണ്ടപ്പോഴും ഞാൻ ചായയുടെ അകത്തേക്ക് തുപ്പിടണമെന്നൊന്നും കണ്ടിട്ടില്ല. ജസ്റ്റ് സ്നീസ് ചെയ്യുന്നതേ കണ്ടിട്ടുള്ളൂ. സ്നീസ് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മുടെ വായന എന്തെങ്കിലും വന്നോളണം എന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പൊ ഇതൊരു പെർസ്പെക്റ്റീവ് ആണ് ഞാൻ പറയുന്നത്. ഓബ്വിയസ്ലി ഇപ്പൊ ചായയിലേക്ക് തുമ്മി അല്ലെങ്കിൽ അറിയാതെ ആണെങ്കിലും അറിഞ്ഞുകൊണ്ടാണെങ്കിലും തുമ്മിയതിനു ശേഷം അത് കളയാത്തത് പ്രശ്നം തന്നെയാണ്.
അങ്ങനെ എന്തെങ്കിലും തിരുത്താൻ തോന്നിയിട്ടുള്ള കാര്യം എന്തായിരുന്നു ജാസ്മിന്റെ? അന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പുറമെ വന്നിട്ട് കുറെ കാര്യങ്ങൾ അറിയുമ്പോൾ തിരുത്താൻ തോന്നിയൊരു കാര്യം എനിക്ക് അങ്ങനെ പേഴ്സണലി ഞാൻ അങ്ങനെ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒന്നും വരില്ല. ഇപ്പോൾ നിങ്ങളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ കാൽമൻ്റെ നഖം കടിക്കുക, അല്ലെങ്കിൽ മറ്റേ ബാത്റൂമിൽ ചെരുപ്പിടാണ്ട് പോകുക, അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. ജാസ്മിൻ ചെരുപ്പിട്, അറ്റ്ലീസ്റ്റ് അവർ പറയുന്നതെങ്കിലും കേട്ടിട്ട് ചെരുപ്പിട്, അല്ലെങ്കിൽ മറ്റേ ഇങ്ങനെ റിയാക്ട് ചെയ്യില്ല. ചില സമയത്ത് ആദ്യത്തെ ആഴ്ചകളിലൊക്കെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എൻ്റെ പോലെ തന്നെ ചാടി കടിക്കുമ്പോൾ ഞാൻ പറയും ജാസ്മിൻ അങ്ങനെ റിയാക്ട് ചെയ്യില്ല, എനിക്ക് സാരില്ല പോട്ടെ. പിന്നെ വിഷമിക്കും, അനാവശ്യമായിട്ട് ഇവർ പറയുന്ന കാര്യത്തിന് ഉള്ളിലേക്ക് എടുക്കും. വൃത്തികെട്ടവളെ എന്ന് വിളിക്കുന്നത് ഒരിക്കലും വൃത്തിയുടെ പേരിൽ ഒരാളെ വൃത്തികെട്ടവളെ എന്ന് വിളിക്കുന്നതും നിനക്ക് വൃത്തിയില്ല എന്ന് പറയുന്നതും രണ്ടും രണ്ട് കാര്യമാണ്. ആ വൃത്തികെട്ടവളെ ഒരു പേഴ്സണൽ അധിക്ഷേപമാണ്, അത് ഉള്ളിലേക്ക് എടുക്കരുതെന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്. അതൊക്കെ മാറ്റണം എന്ന് ഞാൻ ജാസ്മിൻ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. യെസ്. അപ്പൊ അടുത്ത കമന്റിലോട്ട് പോയല്ലോ. ഗബ്രി പുറത്തായപ്പോൾ ജാസ്മിന്റെ കരച്ചിൽ കണ്ട് ചിരി വന്നത് എനിക്ക് മാത്രമാണോ എന്നുണ്ടായിരുന്നു. അത് ഭയങ്കര സഡിസ്റ്റിക് ആയിട്ടുള്ളൊരു എന്താ പറയുക മാനസികാവസ്ഥയാണെന്ന് ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും കരയുന്നത് ഓസ്കാർ ലെവൽ അഭിനയത്തിൽ കരയണമെന്ന് ഒരു നിർബന്ധമില്ല. ചിലർ ചിരിക്കുന്ന പോലെ കരയുന്നവരെ എനിക്കറിയാം. എൻ്റെ സുഹൃത്തുക്കൾ ചിലർ കരയുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ ലിറ്ററലി അവർ ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നുള്ളൂ. അത് അമ്മ മരിച്ചു കിടക്കുമ്പോൾ പോലും അവർ കരയുന്നത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കുന്നത് പോലെ നമുക്ക് തോന്നുള്ളൂ. ഓരോരുത്തരുടെ പേഴ്സണൽ രീതി. അതായത് നമ്മളുടെ മുഖത്ത് വരുന്ന ഇമോഷൻസിനെയൊക്കെ നമ്മൾ അങ്ങനെ ക്രിട്ടിസൈസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ ഭയങ്കര മറ്റേ അധപ്പതനം എന്നേ ഞാൻ പറയുള്ളൂ. ഒരു വ്യക്തിയുടെ ഇമോഷനെ നിങ്ങൾക്ക് പറയാം അവൾ ഫേക്ക് ആയതുകൊണ്ട് അവൾ അങ്ങനെ അഭിനയിച്ചു എന്ന് പറയാം, പക്ഷെ അത് കണ്ട് ചിരിക്കുക എന്ന് പറയുന്നത് ഇസ് എ റോങ് സ്റ്റേറ്റ്മെന്റ്. അത് ഭയങ്കര ഒരു പ്രോബ്ലമാറ്റിക് സ്റ്റേറ്റ്മെന്റ് ആണ്. അങ്ങനെ ഇമോഷണൽ ആയിട്ട് അത്രയും ഒപ്പുള്ള ഒരാൾ, അല്ലെങ്കിൽ പുറത്തു വരുന്ന സമയത്ത് ഗബ്രി പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവർ ഇത്ര നല്ലവരായിരുന്നു അല്ലെങ്കിൽ ഇങ്ങനെയായിരുന്നു എന്ന് പറയുന്നവരെ തന്നെ ആ കരച്ചിൽ ഫേക്ക് ആണെന്ന് പറയുന്നുണ്ടെങ്കിൽ ശരിക്കും അത് അങ്ങനെ ഫീൽ ചെയ്തുകൊണ്ടായിരിക്കും കൂടിയാവില്ലേ? അത് കാരണം നിങ്ങളല്ല ജാസ്മിനെ ഇഷ്ടപ്പെട്ടുള്ളത്, ജാസ്മിൻ നിങ്ങളെല്ലാം ഇഷ്ടപ്പെട്ടിട്ടുള്ളത്. ഞാനും ജാസ്മിനും തമ്മിലാണ് ഇഷ്ടമുള്ളത്, ഞാനും ജാസ്മിനും തമ്മിലാണ് ആ കണക്ഷൻ ഉള്ളത്. ജാസ്മിൻ കരഞ്ഞത് ആ വീട്ടിലുള്ളവർക്ക് വേണ്ടിയോ ഓഡിയൻസിന് വേണ്ടിയോ അല്ല, എനിക്ക് വേണ്ടിയാണ് കരഞ്ഞത്, അല്ലെങ്കിൽ ഞാൻ പോകുന്നത് കൊണ്ടാണ് കരഞ്ഞത്. അതിന്റെ ഇമോഷൻ ഞാൻ മാത്രം മനസ്സിലാക്കിയാൽ മതി. വേറെ ഈ ഭൂമിയിൽ ആര് മനസ്സിലാക്കിയില്ലെങ്കിലും ആരെന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും എൻ്റെ ഉള്ളിൽ എനിക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന കാര്യത്തിന് ഒരു മാറ്റവും വരില്ല, അത് മാറ്റാൻ പറ്റില്ല. അത് മാത്രം മതി. എനിക്ക് വേറെ ആരെയും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. എൻ്റെ സുഹൃത്ത് കരഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫേക്ക് ആണെങ്കിലും ഇതാണെങ്കിലും അത് എനിക്കറിയാം, എൻ്റെ ഈ നെഞ്ചിൽ എനിക്കറിയാം, അത് മതി. അങ്ങനെ തന്നെ കാണുന്നു എല്ലാ കാര്യങ്ങളും തന്നെ കാണുന്നു. അതെ. അടുത്ത കമന്റിലോട്ട് പോട്ടെ. ഉറപ്പായിട്ടും. സ്വന്തം ലക്ഷ്യം മറന്ന് ഒരു പെണ്ണിന്റെ പിന്നാലെ പോയ കോമാളി. സ്വന്തം ലക്ഷ്യം മറന്ന് എനിക്ക് ലക്ഷ്യം 100 days നിൽക്കണം എന്നുള്ളായിരുന്നു, കപ്പടിക്കണം എന്നുള്ളതായിരുന്നില്ല. പെണ്ണിന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് ഞാൻ പുറത്തു പോയതെന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പവർ റൂമിൽ നിന്നാൽ ഈ ആഴ്ച ഞാൻ പുറത്തു പോകുന്നത് നിങ്ങൾക്ക് തോന്നുന്നു. പെണ്ണിന്റെ പിന്നാലെ പോയതുകൊണ്ടാണ് പുറത്ത് പോയതെന്ന് തോന്നില്ല എന്ന് പറയുമ്പോൾ ശരിക്കും പിന്നാലെ പോയെന്ന് തോന്നുന്നു. അങ്ങനെ തോന്നുന്നുണ്ടോ? പെണ്ണിന്റെ പിന്നാലെ പോകുന്ന ആ കമന്റിനാണ് ഞാൻ പറയുന്നത്. അതായത് ഞാൻ ഈ ആഴ്ച പവർ റൂമിൽ നിന്ന് ഇറങ്ങിയില്ലായിരുന്നില്ല, കഴിഞ്ഞ ആഴ്ച ഞാൻ പുറത്തു പോകുന്നു തോന്നുന്നുണ്ടോ? പുറത്തു പോവായിരുന്നു. ഗബ്രിക്ക് എന്ത് തോന്നുന്നു? നോമിനേഷൻ ഇല്ലാതെ ഞാൻ എങ്ങനെ പുറത്തു പോകും? അല്ല, ഈ പുറത്ത് വന്ന് ഈ ഫേസ് ചെയ്യാന്നു പറഞ്ഞല്ലോ, ആ ഫേസ് ചെയ്യുന്നു പറയുന്നത് പുറത്തു പോകും എന്നുള്ള ഒരു പേടി ഉണ്ടായിരുന്നില്ല. പേടിക്കേണ്ട ആവശ്യമില്ല. എന്തിനാണ് പേടിക്കുന്നത്? ഞാൻ ചത്തല്ല പോണത്, ഞാൻ എന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. ഗെയിം പെർസ്പെക്ടീവിൽ ഞാൻ പുറത്താവും. സങ്കടം നമ്മൾ ശരിക്കും മരണപ്പെടുന്നത് മാത്രമാണ് പേടി. അത് ഞാൻ ചോദിക്കുന്നത് പേടി എന്ന് പറയുന്നത് ഒരു ഭയത്തെയോ അതായത് നമ്മൾ ഇത്രയും പുറത്താവുന്നതിന് എനിക്ക് ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. അല്ല, ഒരു ഗെയിം ഷോ എന്നുള്ള രീതിയിലേക്ക് നമ്മളെ പേടി എന്ന് പറയുന്ന സാധനം എന്തെങ്കിലും കണ്ട് ഭയക്കുക എന്നുള്ള മീനിങ്ങിൽ മാത്രമല്ല, ഒരു സാധനം അത്രയും ഡ്രീമില് അല്ലെങ്കിൽ അത്രയും ദിവസം നിൽക്കണമെന്ന അത്രയും മേലുള്ള ഒരു ആഗ്രഹത്തെ പൂർത്തീകരിക്കാതെ പോകുന്നതിന് അതിനിടയ്ക്ക് പോവാന്ന് പറയുന്നതിനും ഒരു പേടി പര്യായപദം അല്ല ഒരിക്കലും അല്ല. എനിക്ക് പേടിയല്ല, വിഷമം തോന്നാം. അതായത് നമ്മൾ ആഗ്രഹിച്ച ഒരു കാര്യം നമുക്ക് നടത്താൻ പറ്റിയില്ലല്ലോ എന്നുള്ള വിഷമം തോന്നാം. ഒരിക്കലും പേടിയല്ല. അങ്ങനെയെങ്കിൽ പുറത്താവുന്ന ഒരു പ്രശ്നമല്ല എങ്കിൽ അത്തരത്തിലൊരു കോമ്പറ്റീഷൻ പവർ അല്ലെങ്കിൽ ഒരു കോമ്പറ്റീഷൻ അങ്ങനെ ഒരു മൂടൊന്നും ഇല്ല ശരിക്കും. എത്ര കോമ്പറ്റീറ്റീവ് ആയിട്ട് ആ ഗെയിം കളിച്ചിട്ടുള്ളതെന്ന് എനിക്കറിയാം. അത് അങ്ങനെ കളിച്ചൊരാൾ 100 ദിവസം പൂർത്തിയായ പുറത്താവുന്നത് ശരിക്കും ഒരു തരത്തിലേക്ക് പൂർത്തീകരിക്കാതെ പോകലല്ലേ? അത് ഓഡിയൻസിന്റെ ഇതിനെ ഞാൻ മാനിക്കുന്നു എന്നല്ലാതെ എനിക്ക് അതിൽ വേറെ ഒന്നും പറയാൻ പറ്റില്ല. കൃത്യമായിട്ട് 2 സ്ഥാനത്തും 2 ബെഞ്ചിൽ ഞാൻ അല്ല 2 ബെഞ്ച് എങ്ങനെയാവുന്നത്? എനിക്ക് അങ്ങനെയാണെങ്കിൽ ഞാൻ എന്ത് പറയണം? നിങ്ങൾ എനിക്ക് വോട്ട് ചെയ്യണമായിരുന്നു, എനിക്കത് ഭയങ്കര വിഷമമായി, നിങ്ങൾ അത് ചെയ്തത് ഭയങ്കര തെറ്റായിരുന്നു, വോട്ട് ചെയ്തിട്ടുണ്ടല്ലോ ഞാൻ പുറത്തായത്, 100 ദിവസം ഞാൻ നിൽക്കണ്ടായിരുന്നില്ല, എന്ത് മര്യാദ കാണിച്ചെന്ന് എനിക്ക് ചോദിക്കേണ്ട അർത്ഥമില്ല. ഗബ്രി ഓൾറെഡി പറയുന്നുണ്ട് എനിക്ക് അവിടെ 100 ദിവസം നിൽക്കണം എന്നായിരുന്നു ആഗ്രഹം. ഈ കമന്റ് അല്ലേ ഞാൻ ചോദിക്കുന്നത്? അപ്പൊ അതിന്റെ ഒപ്പം തന്നെ ഗബ്രി പറയുന്ന ഒരു കാര്യമുണ്ട്, എനിക്ക് അത്രത്തോളം ഞാൻ കോമ്പറ്റീഷൻ ഇതിൽ അല്ലെങ്കിൽ ഒരു സ്പോർട്സ്മാൻ സ്പെറ്റിൽ കൂടെ നിൽക്കുന്ന ഒരാൾ കൂടിയാണ്. എങ്ങനെയാണെങ്കിലും അതായത് കോമ്പറ്റീഷൻ മൂഡ് ഉണ്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഏറ്റവും മാക്സിമം കിട്ടുക എന്നുള്ളതാണ്. അതുണ്ടെന്ന് പറയുന്നു. ഇവിടെ പറയുന്നു എനിക്ക് ഇതിന്റെ ഇടയ്ക്ക് പോകുന്നതും ഇറ്റ്സ് നോട്ട് അബൌട്ട് വിന്നിങ്, ഇറ്റ്സ് അബൌട്ട് പാർട്ടിസിപ്പേറ്റിംഗ്. കോമ്പറ്റീഷൻ മൈൻഡുള്ള എല്ലാവരും അല്ലെങ്കിൽ മത്സരിക്കുന്ന എല്ലാവരും
ഒളിമ്പിക്സിൽ പോകുന്നവർ പോലും ജയിക്കണം എന്ന അവരുടെ ആഗ്രഹമാണ്. ജയിച്ചില്ല എന്ന് വെച്ചിട്ട് ആരും മറ്റേ ഭയങ്കരമായിട്ട് പേടിച്ച് ഇതില്ല. കാരണം അവർക്കറിയാം അവർ ചെയ്ത എഫേർട്ടിന് വിലയുണ്ടെന്നുള്ളത്. ഇപ്പോ റോഹൻ പറയുന്ന രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ആ വീട്ടിൽ നിന്നതിനെ വിലയില്ല എന്നുള്ള രീതിയിലാണ് ഇത് പറയുന്നത്. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് അതിൽ വരും, അല്ലെങ്കിൽ ഇത് തോന്നുന്നവരും ഉണ്ടാവാം. ബേസിക്കലി ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയിക്കാനാണ് നമ്മൾ പോകുന്നത്, അല്ലെങ്കിൽ മത്സരിക്കാനാണ്, 100 ദിവസം നിൽക്കാനാണ് പോകുന്നത് എന്നുള്ളത് ശരിയാണ്. കോമ്പറ്റീറ്റീവ്നെസ് വരുന്നത് നമ്മുടെ മത്സരത്തിലാണ്. മത്സരത്തിൽ കോമ്പറ്റീറ്റീവ് അല്ലാത്ത ഒരാളാണെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? അതിലേക്കാണ് ഞാൻ വരുന്നത്. അത്രയും നന്നായിട്ട് ടാസ്ക് ചെയ്തു, ഇത്രയും നന്നായിട്ട് അവിടെ പെർഫോം ചെയ്തു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അതാണ് സത്യമെങ്കിൽ, ഇടയ്ക്ക് വെച്ച് പുറത്തായി എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ ദൈവം, അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവം എനിക്ക് ജീവിതത്തിൽ പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കൊടുക്കുന്ന എഫേർട്ടിനുള്ള ഉത്തരം, അല്ലെങ്കിൽ എഫേർട്ടിനുള്ള കൃത്യമായിട്ടുള്ള റിസൾട്ട് ജീവിതത്തിൽ എവിടെയാണെങ്കിലും ദൈവം എനിക്ക് തരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെയാണ് ഞാൻ ചെയ്തിട്ടുള്ള തെറ്റുകൾക്ക് അപ്പം എനിക്ക് കോൺസിക്വൻസസ് ഉണ്ടായിട്ടില്ലെങ്കിലും മറ്റൊരു അവസരത്തിൽ അതിന്റെ കോൺസിക്വൻസസ് വരുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എനിക്ക് അതിൽ വിഷമമുണ്ട്. അതായത് 100 days അവിടെ നിൽക്കാൻ പറ്റാത്തതിനും ഈ ആഴ്ചത്തെ ഗെയിമൊക്കെ കണ്ട സമയത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടായിരുന്നു. അതായത് ശ്വേത ചേച്ചി, സാബു ചേട്ടൻ പോലുള്ള അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ആളുകൾ, അത്രയും ഫൺ ആയിട്ടുള്ള ആളുകളായി വീട്ടിൽ കൂടി നന്നായിട്ടല്ല, ഞാൻ അവിടെ ഇല്ലായിരുന്നല്ലോ. കുറെ ഹോൾസം മൊമെന്റ്സ് ഉണ്ടായിരുന്നു, അവർ കുറെ ഫൺ മൊമെന്റ്സ് ഉണ്ടായിരുന്നു. അവർ ലാസ്റ്റ് കെട്ടിപ്പിടിക്കുന്നു, ഫോട്ടോ ഒക്കെ എടുക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ. അതുപോലെ നല്ല കൂളായിട്ടുള്ള 2 ആളുകളെ പരിചയപ്പെടാനും കൂടിയുള്ള ഒരു അവസരം എനിക്ക് അവിടെ നഷ്ടപ്പെട്ടത്. ഇപ്പൊ ശ്വേത ചേച്ചിനെ പരിചയപ്പെടാൻ എനിക്ക്, ഷീസ് എ വെരി കൂൾ പേഴ്സൺ. സാബു ചേട്ടൻ ഈസ് എ വെരി ഇന്റലക്ച്വൽ പേഴ്സൺ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ പരിചയപ്പെടാൻ, അവരായിട്ട് അടുത്ത് ഇടപഴകാൻ കിട്ടിയ ഒരു അവസരം കൂടി എനിക്ക് നഷ്ടപ്പെട്ടു. ഹോട്ടൽ ടാസ്ക്, ഐ വുഡ് ഹവ് നെയിൽഡ് ദാറ്റ് ടാസ്ക്. എനിക്ക് അത്രയും കോൺഫിഡന്റ് ആയിട്ട് ഞാൻ ആലോചിച്ച് മനസ്സിൽ ആഗ്രഹിച്ച ഒരു ടാസ്ക് ആയിരുന്നു. അതായത് ഞാൻ ആദ്യത്തെ ആഴ്ച തൊട്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, അയ്യോ വീക്ക്ലി ടാസ്ക് എന്നാ വരാമെന്ന് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. ഗബ്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഗബ്രിയുടെ കുറെ കാര്യങ്ങൾ മാറ്റിക്കൊണ്ടിരിക്കുന്നു. എനിക്ക് അടുത്തൊരു ദിവസം എങ്ങനെയാന്ന് ഒരു രീതിയിൽ ചിന്തിക്കുന്നില്ല എന്ന് പറഞ്ഞ ഒരാളിപ്പോ പറയുന്നത്, എന്നാ ഞാൻ ഈ ടാസ്ക് വരുന്നത് ആലോചിച്ചിരിക്കുന്നു. ഞാൻ ആ ടാസ്ക് വരുമ്പോൾ അടിച്ചു പൊളിക്കുന്നല്ല ഞാൻ പറയുന്നത്. അങ്ങനത്തെ ഉള്ള ടാസ്കുകളിൽ പങ്കെടുക്കാൻ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞത്. ഇത് കണ്ട സമയത്ത് കൃത്യമായിട്ട് നമുക്ക് തോന്നും, നല്ല രസമുണ്ട് അത് കാണാനായിട്ട്, അത് അവർ ചെയ്യുന്ന പരിപാടികൾ. അത് മിസ്സിങ് ഔട്ട്, ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് ആണ്. അത് ബേസിക്കലി എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഞാനിപ്പോ ഇന്ന് ഇവിടെ വന്ന സമയത്ത് ഇവിടുത്തെ ഇന്റർവ്യൂ കഴിഞ്ഞ് ഞാൻ പോയി. നാളെ ഇവിടെ ലാലേട്ടൻ്റെ ഒരു ഷൂട്ടിംഗ് വന്നു. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ പുള്ളിയുടെ അടുത്ത്, നാളെ ഞാൻ ഇവിടെ ഇല്ല, നാളെ ഞാൻ വേറൊരു സ്ഥലത്താണ്. അപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ ആലോചിക്കാം, ഇന്നലെ ഞാൻ ഒരു ദിവസം കൂടി അവിടെ നിന്നിരുന്നെങ്കിൽ എനിക്ക് പുള്ളിനെ കൂടി കണ്ട് സംസാരിച്ചിട്ട് വരാമായിരുന്നു, അല്ലെങ്കിൽ ഇന്നലത്തെ നടന്ന ഇന്റർവ്യൂ ഇന്നായിരുന്നെങ്കിൽ. അത്രേ ഉള്ളൂ. അത് മാനസികമായിട്ട് എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യം. അതിൽ ഇത്ര പെടുത്ത് ചിന്തിക്കാനൊന്നുമില്ല. So next comment. So she told you I love you, she's yours. അബ്സല്യൂട്ട്ലി നോട്ട്. ഐ ലവ് യു ഇസ് നോട്ട് ഞാൻ നിന്നെ പ്രണയിക്കുന്നു മാത്രമല്ല ഐ ലവ് യു. എനിക്കല്ല, എനിക്ക് ഞാൻ നിന്നെ സ്നേഹിക്കുന്നുമാണ്. എനിക്ക് പ്രണയിക്കുന്നതിനേക്കാളും മുകളിൽ നിൽക്കുന്നത് ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ്. ഐ എം ഇൻ ലവ് വിത്ത് യു എന്ന് പറഞ്ഞാൽ അത് പ്രണയമാണ്. ഐ ലവ് യു എന്ന് പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് ഞാൻ എല്ലാവരും, എൻ്റെ അപ്പൻ്റെ അടുത്താണെങ്കിലും കൂട്ടുകാരുടെ അടുത്താണെങ്കിലും എല്ലാവരുടെ അടുത്തും ഞാൻ പറയുന്ന ഒരു കാര്യമാണ്, ഐ ലവ് യു. ഇറ്റ്സ് വെരി എൻ്റെ ദൈവം പഠിപ്പിച്ചിട്ടുള്ളത്, ഞാനൊരു ക്രിസ്ത്യനാണ്, എൻ്റെ ദൈവം പഠിച്ചിട്ടുള്ളത് പരസ്പരം സ്നേഹിക്കുക എന്നാണ്. എൻ്റെ യേശു ക്രിസ്തു ഏറ്റവും കൂടുതൽ ഈ ഭൂമിയിൽ ബാക്കി വെച്ച് പോയിട്ടുള്ള സാധനം സ്നേഹം ആണ്, പുള്ളി നിന്നിട്ടുള്ളൊരു കാര്യം. അതിൽ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. സോ ഐ ലവ് യു ഇസ് എ വെരി പ്യുവർ സ്റ്റേറ്റ്മെന്റ്. അതിൽ ഞാൻ നിന്റെ ആണെന്നുള്ളൊരു അർത്ഥമില്ല. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഐ കെയർ ഫോർ യു, ഐ ഹാവ് ലവ് ഫോർ യു, അതാണ്, അത്രേ ഉള്ളൂ. അല്ലാതെ അതിൽ ഞാൻ എൻ്റെയാണ്, ഞാൻ നിന്റെ ആണെന്നുള്ളൊരു അർത്ഥമില്ല. ആർക്കും ആരെയും ഓൺ ചെയ്യാൻ പറ്റില്ല. എല്ലാവരും അവരുടേതായിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണ്. സ്നേഹം ഇസ് എ ഇമോഷൻ. സ്നേഹം ഇസ് സംതിങ് ദാറ്റ് യു ഫീൽ ഫോർ സമൺ എൽസ്. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ഈ പലപ്പോഴും ഷോസിൽ ഇപ്പോൾ മുൻപാണെങ്കിൽ പോലും ഒരുപക്ഷെ ലീഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ അവിടെ കുറച്ചുകൂടി സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണെന്ന് തോന്നുന്നവരോട് നമുക്ക് തോന്നുന്ന ഒരു തരം ഒരുപക്ഷെ ഒരു വ്യക്തി വിരോധമായിരിക്കാം, അല്ലെങ്കിൽ മനസ്സിൽ തോന്നുന്ന പല രീതിയിലും. ഇപ്പം നേരത്തെ അങ്ങനെ കംഫർട്ട് ആയിരുന്നില്ല എന്ന് പറഞ്ഞൊരു പേര് കൂടിയായിരുന്നു ജിൻഡോ. അത്രയും സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആയതുകൊണ്ട് എവിടെയൊക്കെയോ അങ്ങനെ വ്യക്തിപരമായിട്ടൊരു ധാർഷ്ട്യം, വിരോധം മനസ്സിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരിക്കലും ആരുടെ അടുത്തും വ്യക്തിപരമായിട്ട് ദേഷ്യം മനസ്സിൽ വെച്ചിട്ടില്ല. ഞാൻ ഒഴിച്ചിട്ടിട്ടുണ്ട്, അതായത് ഒഴിവായി നടന്നിട്ടുണ്ട്. അത് നമുക്ക് അത്രയും ഇമോഷൻസും വിഷമങ്ങളും വരുമ്പോൾ ചില സമയത്ത് നമ്മൾ അവരോട് മാക്സിമം ഇടപഴകാതിരിക്കാൻ ശ്രമിക്കും. കാരണം ആ ഇടപഴകി കഴിഞ്ഞാൽ അതൊരു പ്രശ്നത്തിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അവരുടെ സ്ട്രാറ്റജി അതൊരു ഗെയിം പെർസ്പെക്റ്റീവിൽ കാണാം. ഞാൻ ജിൻഡോച്ചന്റെ അടുത്ത് നിന്ന് സംസാരിച്ചാൽ ജിൻഡോച്ചന്റെ സ്ട്രാറ്റജി ചിലപ്പോൾ വർക്കാവും, ഞാൻ ചിലപ്പോൾ ട്രിഗേർഡ് ആവാം എന്ന് ഞാൻ പറയുന്നത്. അപ്പം ഞാൻ അങ്ങനെ നോക്കുമ്പോൾ ഗെയിം പെർസ്പെക്റ്റീവിൽ ഞാൻ അത് ഒഴിവാക്കി നടക്കും.
ഒഴിവാക്കി നടക്കേണ്ടതാണ് എൻ്റെ ഗെയിമിന് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അങ്ങനത്തെ ഇതിൽ ചെയ്തിട്ടുണ്ട്. അല്ലാതെ ജിൻഡോ ചേട്ടൻ എന്നുള്ള വ്യക്തിയോട് എനിക്ക് പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. ആളുടെ നിലപാടുകളോട് എനിക്ക് പ്രശ്നമുണ്ട്, ആളുടെ ഗെയിം കളിക്കുന്ന രീതികളോട് എനിക്ക് പ്രശ്നമുണ്ട്. ജിൻഡോ എന്നുള്ള വ്യക്തി ഈസ് എ പ്യുവർ പേഴ്സൺ. പുള്ളി അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ എൻ്റെ അടുത്ത് സ്നേഹത്തോടെയും അല്ലെങ്കിൽ നമ്മൾ വിഷമിച്ചിരിക്കുമ്പോൾ നമ്മൾ വീണ് കഴിഞ്ഞാൽ ചിലപ്പോൾ കൈപിടിച്ച് എഴുന്നേൽപ്പിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ്. ഗെയിമിന്റെ അകത്ത് നമ്മൾ പലതും പറയും. ഇമോഷൻ വരുമ്പോൾ, ദേഷ്യം വരുമ്പോൾ നമ്മൾ ഒരാളെ ഹേർട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ജയിക്കാൻ വേണ്ടി അപ്പോഴത്തെ നമ്മുടെ ധാർഷ്ട്യം അല്ലെങ്കിൽ ഈഗോന്റെ പുറത്ത് നമ്മൾ പല കാര്യങ്ങളും പറയും. അതൊരു ഗെയിമാണ്, അത് അവിടെ കഴിഞ്ഞു. എനിക്ക് ഇനി ആ വ്യക്തിയോടോ ഒരു വ്യക്തികളോടും ഒരു വ്യക്തി വൈരാഗ്യമില്ല, ഒരു സങ്കടങ്ങളും ഇല്ല. അവർ ചെയ്ത മറ്റേ കാര്യങ്ങളോട് എനിക്ക് ഒരു എതിർപ്പും ഇല്ല, ഒരു കുറ്റം മറ്റേ എന്താ പറയാ വിഷമങ്ങളോ പരാതികളോ ഒന്നുമില്ല എന്നുള്ളത്. ഇനിയുള്ള മുന്നോട്ടുള്ള ദിവസങ്ങളിൽ പോകുമ്പോൾ ജാസ്മിന്റെ അല്ലെങ്കിൽ ഒരുപക്ഷെ നടക്കുന്ന ഗെയിമിലും മത്സരങ്ങളിലും ദിവസങ്ങളിലും ഏറ്റവും കൂടുതൽ ചലഞ്ചിങ് ആവാൻ പോകുന്നത് ജിൻഡോ ആണെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല, ജിൻഡോ ചേട്ടൻ മറ്റേ ആള് ആക്ച്വലി അറ്റാക്ക് ചെയ്യുമെങ്കിലും പുള്ളിക്ക് അറിയാം. അതായത് ഒരാൾ വിഷമിച്ചിരിക്കുന്നുണ്ടെങ്കിൽ ഇപ്പൊ ജാസ്മിനെ ഞാൻ ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം പുള്ളി ഒന്ന് കയറി ചൊറിഞ്ഞായിരുന്നു. അതൊരു ഗെയിമിന്റെ ഭാഗമായിട്ട് പുള്ളി ചെയ്യണതെന്ന് എനിക്കറിയാം. അവിടെ ഗെയിമിന്റെ ഭാഗമായിട്ട് ചെയ്യുമ്പോൾ വരെ എവിടേക്കോ ഗബ്രിയോടുള്ള സ്നേഹം കൂടിയില്ലേ അതില്? കാരണം നിന്റെ ഒപ്പം കൂടെ കൂടിയോണ്ടാണ് അല്ലെങ്കിൽ പുറത്തായത് എന്ന് വരെ എടുത്തു പറയുന്നുണ്ടെങ്കിൽ അതല്ല പുള്ളിയുടെ അഭിപ്രായം. പുള്ളിയുടെ അഭിപ്രായം ചിലപ്പോ പുള്ളിക്ക് നല്ലൊരു എതിരാളി ആയിരുന്നു ഞാൻ. അതായത് നമ്മള് ഫൈറ്റ് ചെയ്യുമ്പോൾ അതിലൊരു കോണ്ടന്റ് ഉണ്ടായിരുന്നു. ഹീസ് എ കോണ്ടന്റ് ക്രിയേറ്റർ, ഹി വാണ്ട്സ് ടു ക്രിയേറ്റ് കോണ്ടന്റ്. അപ്പൊ പുള്ളിയെ സംബന്ധിച്ച് പുള്ളിക്ക് കോണ്ടന്റ് ഉണ്ടാക്കാൻ കഴിവുണ്ടായിരുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ പുള്ളിക്ക് എതിർത്ത് നിന്ന് സംസാരിക്കാൻ പറ്റിയിരുന്ന ഒരു വ്യക്തി ഒരു നല്ല എതിരാളി പോകുമ്പോൾ എനിക്കാണെങ്കിൽ വിഷമം തോന്നും. എനിക്ക് ഓണസ്റ്റ്ലി വിഷമം തോന്നും. അതായത് ഞാൻ ആ ഗെയിമിൽ നിൽക്കുന്ന സമയത്ത് എനിക്ക് ചലഞ്ചസ് വേണം, അല്ലാതെ എതിരാളികളില്ലാതെ ആ ഗെയിമിൽ നിൽക്കുന്നതിൽ ഒരു അർത്ഥമില്ല. ആ ഗെയിമിൽ നിൽക്കുമ്പോൾ നമുക്ക് ഓപ്പോസിറ്റ് ഒരാൾ നിൽക്കുമ്പോഴാണ് നമുക്ക് നമ്മളെ മനസ്സിലാക്കാനും അവരെ ആയിട്ട് ഫൈറ്റ് ചെയ്യാനും മത്സരിക്കാനും ഒക്കെ പറ്റുള്ളൂ. എന്നാലും മത്സരത്തിൽ ഒരു കൊഴുപ്പുള്ളൂ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തി മാത്രം ആ വീട്ടിലുള്ളെങ്കിൽ അതൊരു ഗെയിം അല്ല. ഇറ്റ്സ് നോട്ട് എ ഗെയിം എനിമോർ. ബാക്കി എല്ലാവരും വെറുതെ ഇങ്ങനെ തട്ടിക്കൂട്ടി നിൽക്കുന്നു, അയാൾ ആരും മുട്ടില്ല എന്നുള്ള രീതിയിൽ വന്നാൽ കാര്യമില്ല. കുറേ സ്ട്രോങ് ആയിട്ടുള്ള വ്യക്തികൾ ഒരുമിച്ച് വരുമ്പോഴാണ് ആ ഗെയിം ഇൻട്രസ്റ്റിംഗ് ആവുന്നത്. ഇറ്റ്സ് എ ഹ്യൂമൻ ഗെയിം. അപ്പോൾ അങ്ങനെ അതാണ് ജിൻഡോ ചേട്ടൻ അതായിരിക്കും തോന്നിയിട്ടുണ്ടാവും. അതായത് അവൻ പോയി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ കോണ്ടന്റിന്റെ ഒരു ഭാഗം പോയി, അതുകൊണ്ടായിരിക്കാം പറഞ്ഞത്. അല്ലെങ്കിൽ പുള്ളിക്ക് അവിടെ ഒരു കോണ്ടന്റ് ആവശ്യം ഉണ്ടായിട്ടുണ്ടാവും, പുള്ളി അതുകൊണ്ട് ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ഗെയിമാണ്, ഇതിന്റെ ഒരു സൗഹൃദത്തിന്റെ ഭാഗമാണ്. ഇതൊക്കെ പറയുമ്പോഴും ഇതിന് മുമ്പ് ഉണ്ടായിരുന്ന ഇതുപോലെ എടുത്തു പറഞ്ഞൊരു കാര്യം കൂടിയായിരുന്നു റോബിൻ ദിൽഷ അല്ലെ, ആ ഒരു സൗഹൃദം, അവരുടെ കമ്പനിയും ആ ഒരു കോംബോ ഒക്കെ. പക്ഷെ പിന്നീട് ആ ഷോ കഴിഞ്ഞ് പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെന്നുള്ളതും പിന്നീടുള്ള സംസാരങ്ങളിലും ഇതൊക്കെ എതിർത്ത് തിരിച്ച് പറയേണ്ട ഒരവസ്ഥ സ്റ്റേജിലൂടെ വന്നിട്ടുണ്ട്. ഏതെങ്കിലും സാഹചര്യത്തിൽ ഈ ഒരു സൗഹൃദം അല്ലെങ്കിൽ ഇത്തരം പറയുന്ന സ്റ്റേറ്റ്മെന്റുകൾ പിന്നീട് മാറ്റി പറയേണ്ടി വരുമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ല, എന്റെ സ്റ്റേറ്റ്മെന്റുകൾ മാറ്റി പറയേണ്ടി വരാൻ എനിക്ക് വരില്ല. ഇനിയിപ്പോ റോബിൻ ദിൽഷയുടെ കേസിൽ എന്താ ഉണ്ടായെന്ന് എനിക്കറിയില്ല. അവർ എന്തോ അടിയായി പിരിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായി എന്ന് തന്നെ വിചാരിക്കാം. ഐ വിൽ അക്സെപ്റ്റ് ഇറ്റ്. അതായത് ഞാൻ ഒരാൾക്ക് കൊടുക്കുന്നത് എൻ്റെ ഇമോഷൻസ് ആണ്. ഞാനിപ്പോൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ കൊടുക്കുന്ന ഇമോഷനാണ്. അത് ഒന്നും എക്സ്പെക്ട് ചെയ്തിട്ടല്ല. ജാസ്മിൻ എനിക്ക് അത് തരും, ജാസ്മിൻ എനിക്ക് സ്നേഹം തരും, അല്ലെങ്കിൽ തിരിച്ച് ഒന്നും പ്രതീക്ഷിച്ചിട്ടല്ല. അൺകണ്ടീഷണൽ ആയിട്ടുള്ള ലവാണ് അവിടെ. പ്രത്യേകിച്ച് ഇന്നത് കിട്ടിയാൽ മാത്രമേ ഞാൻ തിരിച്ചു തരൂ എന്നൊരു സാധനം ഇല്ല അവിടെ. ഞാൻ കൊടുക്കുന്ന സ്നേഹം അത് എൻ്റെ മാത്രമാണ്. എനിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതിൽ ബാധകമല്ല. ഇപ്പൊ ജാസ്മിൻ ഇറങ്ങിയതിന് ശേഷം എന്നോട് സംസാരിച്ചില്ലെങ്കിൽ പോലും ജാസ്മിൻ ഒരു ആവശ്യം വരുമ്പോൾ, ജാസ്മിന് തളർന്നിരിക്കുമ്പോൾ മറ്റാരും ഇല്ല എന്ന് തോന്നുമ്പോൾ ഞാൻ അവിടെ വരും, ഞാൻ അവിടെ നിൽക്കും. അത് ഞാൻ കൊടുക്കുന്ന സ്നേഹമാണ്. അതിൽ എനിക്ക് എക്സ്പെക്ടേഷൻസ് ഒന്നുമില്ല. എനിക്ക് എന്ത് തന്നാലും ഇല്ലെങ്കിലും, തന്നാൽ സന്തോഷം, തന്നില്ലെങ്കിലും ഒരു പരിഭവങ്ങളും ഇല്ല. ഇറ്റ്സ് കംപ്ലീറ്റ്ലി ഫൈൻ. ബിഗ് ബോസ് പുറത്തിറങ്ങിയിട്ട് ജാസ്മിന്റെ എന്ത് തരം പ്രസ്താവനകളാണെങ്കിൽ പോലും അത് ബാധിക്കുന്നില്ല എന്നല്ല, എനിക്ക് പ്രശ്നമില്ല. ഞാൻ അതിനൊരിക്കലും ഞാൻ പറഞ്ഞ കാര്യങ്ങളെ ഞാൻ മാറ്റി പറയില്ല. ജാസ്മിൻ എൻ്റെ ഏറ്റവും ഇഷ്ടമുള്ള വ്യക്തികളുടെ ഒരാളാണ്. ഞാൻ ഏറ്റവും കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളുടെ ഒരാളാണ്. അതൊന്നും ഞാൻ മാറ്റി പറയില്ല. കാരണം അത് ഞാൻ മാറ്റി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞത് മുഴുവൻ നുണയെ. എന്തിനു ഞാൻ മാറ്റി പറയണം? ഒരു ഇമോഷന്റെ പുറത്ത്. അതായത് അത് ബേസിക്കലി ജീവിതകാലം മുഴുവൻ പ്രണയിച്ച് നടന്ന, അല്ലെങ്കിൽ ഒരു 2-3 വർഷം ചക്കര മുത്തേ കരളെ തേന എന്ന് പറഞ്ഞ് നടന്നിട്ട് അത്രയും പ്രണയിച്ച് നടന്ന് എന്തെങ്കിലും ഒരു സാഹചര്യം, എന്ത് സാഹചര്യം ആയിക്കോട്ടെ, സാഹചര്യം കൊണ്ട് ബ്രേക്കപ്പ് ആയതിനു ശേഷം അവൾ വൃത്തിയായിട്ടുള്ള എന്നെ തേച്ചു പോയി എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി കോൺട്രഡിക്റ്റിംഗ് സ്റ്റേറ്റ്മെന്റ്. അതുപോലെ ആയിപ്പോവും. അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ആ നല്ല മെമ്മറീസിനെ ട്രഷർ ചെയ്ത് ബാക്കി ഇല്ലാത്ത കാര്യങ്ങളെ, വേണ്ടാത്ത കാര്യങ്ങളെ നമ്മൾ ഒഴിവാക്കുക. നമുക്ക് മൂവ് ഓൺ വിത്ത് യുവർ ലൈഫ്. ഇറ്റ്സ് ഫൈൻ. തിങ്സ് ഹാപ്പൻ. നമുക്ക് ആരെയും ഒരിക്കലും ജീവിതത്തിൽ എന്നെ സ്നേഹിച്ചേ പറ്റൂ, എന്റെ കൂടെ കാണാൻ പറ്റില്ല. തിരിച്ച് അല്ലെങ്കിൽ പ്രതീക്ഷ കൊണ്ട് ഒന്നും കൊടുക്കേണ്ടതോ ചെയ്യേണ്ടതായിട്ടോ ഇല്ല. അല്ല, അങ്ങനെയല്ല. നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടില്ല, അത്രേ ഉള്ളൂ. ആരും എക്സ്പെക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. എല്ലാം അതിൻ്റെതായിട്ടുള്ള രീതിയിൽ നടന്നു പോകേണ്ട കാര്യങ്ങളാണ്. യെസ്. സോ ബിഗ് ബോസിൽ ഇപ്രാവശ്യത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയം കാര്യം കൂടിയായിരുന്നു പവർ ടീം എന്നുള്ളത് അല്ലെ. പുതിയതായിട്ട് ആവിഷ്കരിച്ച സംഭവം കൂടിയായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടാവുമ്പോൾ പോലും നല്ല രീതിയിൽ കണ്ടന്റ് കൊടുക്കുന്ന, നല്ല രീതിയിൽ ഗെയിം ചെയ്യുന്നവരെ എവിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഗബ്രി.
ശരിക്കും ഇത്തരം രീതികൾ സേഫ് ആയിട്ട് കളിക്കുന്നവരെ അല്ലെങ്കിൽ അത്രത്തോളം ഗെയിം ഇല്ലാതെ നിഷ്പക്ഷമായിട്ട് നിൽക്കുന്നവരെ എവിടേക്കോ അതിൽ നിലനിർത്താൻ സഹായിക്കുന്നു, ജെന്യൂനായിട്ട് കളിക്കുന്നവരെ, നന്നായിട്ട് ഗെയിം പ്ലാൻ ചെയ്യുന്നവരൊക്കെ പുറത്താക്കാൻ കാരണമാവുന്നു എന്നുള്ളത് ഒരു പവർ ടീം ഇതൊരു റീസൺ ആയി തോന്നുന്നുണ്ടോ? ഇതിനെ പല പേഴ്സ്പെക്റ്റീവുകളിൽ നിന്ന് കാണാം. അതായത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവിൽ റോഹൻ പറഞ്ഞ പേഴ്സ്പെക്റ്റീവ് അത് ശരിയാണ്. സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ഇപ്പോൾ ഒരു ടൈറ്റിൽ നോമിനേഷൻ വന്നാൽ സ്ട്രോങ് ആയവരിൽ നിന്ന് തന്നെ ഒരാൾ പോകും. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച എല്ലാ സേഫ് ഗെയിമേഴ്സും ഓപ്പൺ ആയിട്ട് ഞാൻ പറയാം, എല്ലാ സേഫ് ഗെയിമേഴ്സ് അല്ലെങ്കിൽ എല്ലാ ഗെയിം പേഴ്സ്പെക്റ്റീവിൽ അധികം പെർഫോം ചെയ്യാത്തവരെല്ലാവരും നോമിനേഷനിൽ വരാൻ പറ്റാത്ത സാഹചര്യത്തിലായിരുന്നു, അല്ലെങ്കിൽ പവർ ടീമിലും ക്യാപ്റ്റൻസിലും ഒക്കെ ആയിരുന്നു. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് സ്ട്രോങ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസിൽ നിന്നും പോകേണ്ടി വരും. അതാണ് ഗെയിമിന്റെ രീതി. അത് ഇറ്റ്സ് അൺഫെയർ, അത് അൺഫെയർ ആണ്. അതായത് അങ്ങനെ ഒരു പെർസ്പെക്റ്റീവ് കാണാമെന്നിട്ട് ഞാൻ പറയണേ, കംപ്ലീറ്റ്ലി ഞാൻ 100% അൺഫെയർ എന്നല്ല പറയണം. അങ്ങനെ ഒരു പെർസ്പെക്റ്റീവിൽ അൺഫെയർ ആണ്. വേറൊരു പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ പവർ ടീം വെറുതെ ഒരാൾക്ക് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല. പവർ ടീം ഇസ് ഓൾവേസ് സംതിങ് ദാറ്റ് യു ഏൺ. മോസ്റ്റ്ലി 90% ഓഫ് ദ ടൈം ഇസ് സംതിങ് ദാറ്റ് യു ഏൺ. മത്സരിച്ച് നേടുന്നത്, അല്ലെങ്കിൽ നമ്മൾ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെയ്ത് നേടുന്നത്, അതിൻ്റെ അകത്ത് നിൽക്കുന്നതാണെങ്കിലും ഇപ്പൊ ശ്രീരേഖയും ശരണ്യയും അതിൻ്റെ അകത്ത് നിന്നത്, ഐ മീൻ ശ്രീരേഖ ചേച്ചിയും ശരണ്യ ചേച്ചിയും അതിൻ്റെ അകത്ത് നിന്നത് ഞങ്ങളിൽ തന്ന ഇൻഫ്ലുവൻസ്, അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ടാവട്ടെ ഞാനും ഋഷിയും ഒഴിഞ്ഞു മാറിയതുകൊണ്ടാണ്. അത് അവരുടെ മിടുക്കാണ്. അവരതിൻ്റെ അകത്ത് നിന്നിട്ടുണ്ടെങ്കിൽ അത് അവരുടെ മിടുക്ക് തന്നെയാണ്. അതായത് പവർ ടീമിൽ പിടിച്ചു നിൽക്കുക, ക്യാപ്റ്റൻസിയിൽ എത്തുക എന്ന് പറഞ്ഞാൽ അത് അവരുടെ മിടുക്കാണ്. അപ്പോൾ ആ പെർസ്പെക്റ്റീവിൽ നോക്കുന്ന സമയത്ത് അവർ ഗെയിം കളിക്കുന്നുണ്ട്. സേഫ് ഗെയിം ഇസ് നോട്ട് റോങ്. സേഫ് ഗെയിം ഒരിക്കലും റോങ് അല്ല, അത് ബോറിംഗ് ആണ്. കാണാൻ അത് ബോറിംഗ് ആണ്. ആസ് എ കോണ്ടന്റ്, ആസ് എ വ്യൂവർ ഇറ്റ്സ് വെരി ബോറിംഗ്. അല്ലെങ്കിൽ അതൊരു ഒരു എന്താ പറയാം. പക്ഷെ അതും ഒരു സ്ട്രാറ്റജി തന്നെയാണ്. അത്രയും ദിവസം അവിടെ പിടിച്ച് നിൽക്കുന്നുണ്ടെങ്കിൽ അത് അവർക്ക് കഴിവില്ലാതെ പറ്റില്ല. അതിന്റെ റിസൾട്ട് കൂടിയാണ്. അതാ ഞാൻ പറയണത്, എല്ലാം പല പെർസ്പെക്റ്റീവിൽ നിന്ന് നോക്കുമ്പോൾ അവരുടെ ഭാഗത്തും ശരിയുണ്ട്, ഇപ്പുറത്തും ശരിയുണ്ട്. പലപ്പോഴും ഈ കഴിവിന്റെ ഒപ്പം ഈ സപ്പോർട്ട് കൂടി വേണ്ടി കിട്ടുമ്പോഴാണ് നിലനിൽപ്പ് ഉണ്ടാവുന്നത് അല്ലെ. അത്തരത്തിൽ എപ്പോഴും പലരും എടുക്കുന്ന രീതി കൂടിയാണ് PR അല്ലെ. അങ്ങനെ ഒരു ടീം ക്രിയേറ്റ് ചെയ്തെടുക്കുക. സ്വാഭാവികമായിട്ട് സൊസൈറ്റി അല്ലെങ്കിൽ നമ്മൾ കാണുന്ന പ്രേക്ഷകരെ സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുന്ന ചെറിയ ചെറിയ ത്രെഡ് കൊടുക്കുക, റീൽസിലൂടെയോ അല്ലെ ഹൈലൈറ്റ്സിലൂടെയോ ഒക്കെ. പലപ്പോഴും ഇത്രയും നന്നായിട്ട് ഗെയിം ചെയ്തിട്ടും ഇത്രയും നല്ല കണ്ടന്റ് കൊടുത്തിട്ടും പിന്നെ പുറത്താൻ വേണ്ടി വന്നത് ഇത്തരം PR ടീം ബാക്കിയുള്ളവരുടെ അത്ര പോലെ എനിക്ക് സ്ട്രോങ് ആയിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു തോന്നലുണ്ടോ? ഞാൻ ഇത് നിങ്ങൾ പറഞ്ഞാൽ പോലും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. ഈ നിമിഷം വരെ എനിക്ക് PR ടീം ഉണ്ടായിട്ടില്ല. ഫാൻസ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്, കണ്ടിട്ടില്ലേ? ഞാൻ പോയ സമയത്ത് ഓണസ്റ്റ്ലി പറഞ്ഞാൽ ഞാനൊരു PR ഏജൻസി എന്നെ വിളിച്ച് സംസാരിച്ചിരുന്നു. ആരോടും പോലും പേഴ്സണലി അല്ലെങ്കിൽ ഒരു സ്ലിപ്പ് ട്രാക്കിൽ നിൽക്കുന്നവരോടോ ഇൻഫ്ലുവൻസേഴ്സിനോടോ സപ്പോർട്ട് ചെയ്യണം. സുഹൃത്തുക്കളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്, സപ്പോർട്ട് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഞാൻ അതിൻ്റെ അകത്ത് എന്ത് കാണിച്ചു കഴിഞ്ഞാലും നിങ്ങളത് മനസ്സിലേക്ക് എടുക്കരുത്. തിരിച്ചു വരുമ്പോൾ നിങ്ങൾ ഉണ്ടാവണം. അതായത് ചിലപ്പോൾ എൻ്റെ ഭാഗത്ത് നിന്ന് തെറ്റുകൾ വരാം, അതിനെ ക്രിട്ടിസൈസ് ചെയ്യരുത്. ആളുകൾ പറയുമ്പോൾ വിഷമിക്കരുത്. എൻ്റെ വീട്ടുകാരെ നോക്കിക്കോളണം, എൻ്റെ കൂട്ടുകാരെ നോക്കിക്കോളാം. എൻ്റെ Instagram ID പോലും ഞാൻ ഏൽപ്പിച്ചത് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെ. അവർക്ക് എൻ്റെ Instagramൽ ഇപ്പോഴും നോക്കിക്കഴിഞ്ഞാൽ അവർ 4-3 റീലാണ് ആകെ ഇട്ടിട്ടുള്ളൂ. കാരണം അവർക്ക് അത് വീഡിയോ ഉണ്ടാക്കി ഇടാനുള്ള കഴിവില്ല. അവർക്ക് അത് ജസ്റ്റ് അപ്ഡേറ്റ് ചെയ്യാനുള്ള കഴിവുള്ളൂ. പിന്നെ അവർ ഭയങ്കരമായിട്ട് പേടിച്ചു. കാരണം 3-4 ആഴ്ചയൊക്കെ അത്രയും സൈബർ ബുള്ളിങ് വന്ന സമയത്ത് അവർക്ക് അത്രയും വിഷമിച്ചു. ഞാൻ ഓണസ്റ്റ്ലി പോണേക്കാൾ മുമ്പ് എൻ്റെ അടുത്തൊരു PR ഏജൻസി വിളിച്ച് സംസാരിച്ചതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത്ര പേയ്മെന്റ് വേണം, അല്ലെങ്കിൽ ഇത്ര ഇത് വേണം. പിന്നെ ഞാൻ ആലോചിച്ച സമയത്ത് ഞാൻ അത് ചെയ്യുന്നതിൽ അർത്ഥമില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് എനിക്കത് കുഴപ്പമില്ല. എനിക്ക് ജയിക്കാനായിരുന്നെങ്കിൽ, ഇപ്പോൾ കപ്പായിരുന്നു എൻ്റെ ലക്ഷ്യമെങ്കിൽ 100% ഞാൻ PR ഏൽപ്പിച്ചിട്ടേ പോവുള്ളൂ. 100 ദിവസം ആണെങ്കിൽ പോലും അത് അനിവാര്യമായിരുന്നില്ലേ? 100 ദിവസം അവിടെ നിൽക്കാന്നുള്ളത് നമ്മുടെ കോൺഫിഡൻസും കൂടിയാണ്. നമ്മൾ കൊടുക്കുന്ന സാധനം അവർക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നമ്മൾ അവിടെ പിടിച്ച് നിൽക്കുകയാണെങ്കിൽ 100 ദിവസം നിൽക്കാം. അതിന് PR-ന്റെ ഒന്നും ആവശ്യമില്ല. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടാണെങ്കിലും അവിടെ നിൽക്കാം. ഇപ്പൊ ഞാൻ പവർ ടീമിൽ നിന്ന് ഇറങ്ങാതെ ഇരുന്നിരുന്നെങ്കിൽ ഞാൻ ഓഡിയൻസ് പോളിൽ ഞാൻ വരുന്നില്ല. അപ്പൊ ഞാൻ എനിക്ക് വേണ്ടി 100 ദിവസം അവിടെ പിടിച്ച് നിൽക്കാം. ക്യാപ്റ്റൻസി പവർ ടീം അത്രയും കഴിവുണ്ടെങ്കിൽ അങ്ങനെയും ആലോചിക്കാം. പക്ഷെ PR കൊടുക്കുന്നത്, മെയിൻ ആയിട്ട് കൊടുക്കുന്നത് അത് ജയിക്കണം, അല്ലെങ്കിൽ അതിനോട് അത്രയും അഭിനിവേശമുള്ള ആളുകളാണ് PR ഏൽപ്പിക്കുന്നത്. അത് ഏത് വിധേനയും എനിക്ക് അവിടെ ജയിക്കണം എന്നുള്ളത്. അല്ലെങ്കിൽ എനിക്ക് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇമേജ് ഉണ്ടാക്കി പറ്റണം. ഞാൻ എന്ത് തെറ്റ് പറ്റി കഴിഞ്ഞാലും അതിനെ വൈറ്റ് വാഷ് ചെയ്യുക, അല്ലെങ്കിൽ അതിനെ തിരിച്ചെടുക്കാൻ പറ്റുന്ന എനിക്കൊരു സ്ട്രെങ്ത് പുറത്ത് വേണം എന്ന് ആഗ്രഹിക്കുന്നവരുണ്ടാവും. ഇറ്റ്സ് ഫെയർ, ഇറ്റ്സ് ഓൾ ഫെയർ. തെറ്റ് വരുന്നത്, അതിലൊരു പെർസ്പെക്റ്റീവിന്റെ പ്രശ്നം വരുന്നത് മറ്റൊരു വ്യക്തിയെ പേഴ്സണലി അധിക്ഷേപിക്കുമ്പോഴാണ്. ഗെയിം പെർസ്പെക്റ്റീവിൽ ആരുടെ PR ടീമിന് വേണമെങ്കിലും എന്നെ എത്ര വേണമെങ്കിലും തെറി വിളിച്ചോട്ടെ, ഗബ്രി ഒരു ഭക്ഷണം കൊടുക്കാത്തവനാണ്, എന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, എപ്പോൾ അത് എൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുമോ അതാണ് ബൗണ്ടറി. അതായത് ഇപ്പോൾ ജാസ്മിൻ ഒരു പെൺകുട്ടിയാണ്, അവളെ കുറിച്ച് പറയുന്ന ചില കമന്റ്സ് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിൻ്റെ അകത്തുനിന്ന്, എനിക്ക് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്രയും വിഷമം വരും. അത് എന്തുകൊണ്ടാണ് അത് പറയുന്നതെന്ന് പോലും ആളുകൾ ചിന്തിക്കുന്നില്ല. എന്താ ഇത്രയും വലിയ തെറ്റ് ഇവിടെ ആരും ചെയ്തിട്ടില്ല. ഓക്കെ ശരി, തെറ്റ് ചെയ്തു, തെറ്റിനെ ഞാൻ ഒരിക്കലും ന്യായീകരിക്കുകയല്ല. പക്ഷെ അതിനൊരു പരിധിയുണ്ട്. ഒരാളുടെ ക്യാരക്ടറിന് അത്രയും പ്രശ്നം ചെയ്യുമ്പോൾ, അയാളുടെ വീട്ടുകാരെ അത്രയും അറ്റാക്ക് ചെയ്യുമ്പോൾ
ജാസ്മിൻ ഒരിക്കലും വീട്ടുകാർ പറഞ്ഞുകൊണ്ടല്ല അത് ചെയ്തിട്ടുള്ളത്. ജാസ്മിന്റെ വീട്ടുകാരെ ടാർഗറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ തെറ്റ് പറ്റിയെന്നുള്ള കാരണം കൊണ്ട് ജാസ്മിൻ അത്രയും മ്ലേച്ഛമായിട്ടുള്ള, അത്രയും തരം താഴ്ന്ന രീതിയിൽ ഉപദ്രവിക്കേണ്ട ആവശ്യമില്ല. പുറത്തിറങ്ങുമ്പോൾ ആ പെൺകുട്ടി അനുഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റാത്ത കാര്യങ്ങളാണ്. കാരണം എനിക്കറിയാം അതിൻ്റെ അകത്ത് അത്രയും അനുഭവിച്ചിട്ടാണ് അവൾ പുറത്തേക്ക് വരുന്നത്. അപ്പോൾ ഇവിടെ ഇത് കാണുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി ഭയങ്കരമായിട്ട്, പക്ഷെ ഞാൻ അവിടെയും കൈ പിടിച്ച് ഞാൻ നിൽക്കും. എനിക്ക് ഈ ഭൂമിയിൽ കോടിക്കണക്കിന് ആൾക്കാർ എതിരെ നിന്ന് കഴിഞ്ഞാലും ജാസ്മിൻ്റെ കൈ പിടിച്ച് ഞാൻ ഇപ്പുറത്ത് നിന്നിട്ട് ഞാൻ പറയും ജാസ്മിൻ ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് ഫൈൻ, ഇതുണ്ടാവും, സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന പറയാൻ ഞാൻ ഇപ്പുറത്തുണ്ടാവും. മറ്റേ ഈ കാര്യം PR ടീമുകൾ ചെയ്യുന്നത് തെറ്റാണ്. ശരിക്കും അങ്ങനെ PR കുറഞ്ഞു പോയതുകൊണ്ട് കൂടിയാണ് എവിക്റ്റ് ആയതെന്ന് ചിന്തിക്കുന്നുണ്ടോ? ആ PR കൂടുതൽ കിട്ടിയോണ്ട് അവർ സേഫ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളത്? PR ടീമുകൾ എനിക്കെതിരെ കോണ്ടന്റ് ക്രിയേറ്റ് ചെയ്തതുകൊണ്ട് എനിക്കൊരു നെഗറ്റീവ് ഇമേജ് വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ചില സാധനങ്ങൾ കാണുമ്പോൾ. കാരണം ഇപ്പൊ മറ്റേ മണി 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ കാണിച്ചിരുന്നൊരു ആക്ടാണ്. അതായത് ഞാൻ അങ്ങനെ പറയും 40 ദിവസമായി, ഓക്കെ 40 റെമ്യൂണറേഷൻ, ഓക്കെ, ഓ മൈ ഗോഡ്, മണി 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 എന്ന് പറഞ്ഞിട്ട് ഞാൻ ജാസ്മിൻ്റെ അടുത്ത് കാണിക്കുമായിരുന്നു. പക്ഷേ ജാസ്മിൻ എൻ്റെ ഇടയ്ക്കാണ് നിന്റെ മണിമണി ഒന്ന് കാണിച്ചേ, മണിമണി ഒന്ന് കാണിച്ചേന്ന് പറയും. ഇത് കാണിക്കാതെ ഇത് മാത്രം കട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മനഃപൂർവ്വമുള്ള വളച്ചൊടിക്കലാണ്. അത് എന്താ പറയാ, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യാണ്. കോണ്ടെക്സ്റ്റ് ഇല്ലാതെ ഒരു സാധനം കാണിക്കുമ്പോൾ അതിലൊരു വൾഗാരിറ്റി കൊണ്ടുവരാൻ പറ്റും. ഈ PR ഒരാൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ആളുടെ ഏറ്റവും പോസിറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ അവർക്ക് വൈറലാവാനുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ മറ്റുള്ളവരെ മോശമായിട്ട് ചിത്രീകരിക്കുക എന്നുള്ളത് കൂടി ഇതിന്റെ ഭാഗമാണ്. അതാണ് പ്രശ്നം. അവരതല്ല ചെയ്യേണ്ടത്. മറ്റുള്ള ആളെ അടിച്ചമർത്തുന്നതിനേക്കാൾ കൂടുതൽ ചെയ്യേണ്ടത് സ്വന്തം ആളുകളെ സപ്പോർട്ട് ചെയ്യട്ടെ. സ്വന്തം ഞാൻ PR കൊടുക്കുന്ന കോണ്ടസ്റ്റന്റ് അതിന്റെ അകത്ത് നന്നായിട്ട് പെർഫോം ചെയ്യണമെങ്കിൽ അതെടുത്ത് മാസാക്കട്ടെ. എങ്കിൽ അവിടെ ഒരു തിരുത്തുണ്ട്. കാരണം ഓൾറെഡി ബിഗ് ബോസ് ഹൗസിനകത്ത് തന്നെ ഗെയിം കളിക്കുന്നതിന്റെ ഒപ്പം തന്നെ മറ്റുള്ളവർ മാനസികമായി തളർത്തുന്നുണ്ട് ഇല്ലേ? എങ്കിൽ അവനവന്റെ കളിച്ച് ജയിക്കല്ലേ വേണ്ട, മാനസികമായി തളർത്തിക്കൊണ്ടല്ലോ ചെയ്യേണ്ട, അവനവന്റെ കഴിവിലല്ല വിശ്വസിക്കേണ്ടത്. അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പുറത്തും അത് ചെയ്യാം, പക്ഷെ ഞാൻ പറയുന്നത് വ്യക്തിപരമായിട്ട് ഇപ്പൊ ഞാൻ പുറത്തിറങ്ങിയതിന് ശേഷം ഞാൻ അനുഭവിക്കുന്നത് എന്താണെന്ന് എനിക്ക് മാത്രമേ അറിയുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് മാത്രമേ അറിയുള്ളൂ. അത് നിങ്ങൾക്കൊന്നും ചിന്തിക്കാൻ പോലും പറ്റില്ല. എൻ്റെ ഇൻബോക്സും അല്ലെങ്കിൽ എൻ്റെ കമന്റ് സെക്ഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു പെർസ്പെക്റ്റീവ് മാത്രം, അല്ലെങ്കിൽ ഒരു പെർസെൻറ്റേജ് മാത്രമേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുള്ളൂ. എൻ്റെ കുടുംബം കടന്നു പോയത് എന്തിക്കൂടെയാണ്, അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെടുന്നവർ കടന്നു പോയത് എന്തിക്കൂടെയാണെന്നുള്ളത് എനിക്ക് മാത്രമേ, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഇപ്പൊ പോലും അവർ ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല, എൻ്റെ അപ്പനൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പൊ പോലും അതായത് വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ല. മൊത്തം 100% ആയിട്ട് ഒരു പെർസ്പെക്റ്റീവ്, എന്താണ് ഗബ്രി ഇങ്ങനെയാണ് ഉണ്ടായത്, എനിക്ക് ഇത്രയും വിഷമമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവരെൻ്റെ അടുത്ത് ചോദിച്ചത് നീ ഓക്കെയാണോ? ഞാൻ പറഞ്ഞു ഞാൻ ഓക്കെയാണ്. എന്നാൽ ഞങ്ങളും ഓക്കെയാണ്. അവരുടെ ഏറ്റവും വലിയ പേടി ഞാനിത് പുറത്തിറങ്ങിയിട്ട് എങ്ങനെ ഇത് പെർസീവ് ചെയ്യുന്നുള്ളതായിരുന്നു അവരുടെ പേടി. ഞാനതൊരു പോസിറ്റീവ് സെൻസിൽ എടുത്തു കഴിഞ്ഞപ്പോൾ ദേ ഫൈൻ. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയേ നമ്മൾ നിൽക്കുള്ളൂ. അപ്പോൾ അവിടെ പ്രശ്നം വരുന്നത് എന്നെ നെഗറ്റീവായിട്ട് കാണിച്ചോ, പക്ഷെ അത് എൻ്റെ വ്യക്തി ജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാവരുത്, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനെതിരെ ആവരുത്. എനിക്കെതിരെ ആയിക്കോ, എന്നെ നെഗറ്റീവായിട്ട് കാണിച്ചോ, പക്ഷെ അത് പുറത്തിറങ്ങുമ്പോഴും നമ്മൾ ആ ഗെയിം കഴിഞ്ഞാൽ ജീവിക്കണം. തെറ്റ് പറ്റും. തെറ്റ് ചെയ്യാത്തവരായിട്ട് ഈ ലോകത്ത് ആരുമില്ല. ഇവിടെ ഇരിക്കുന്നവരും ഇല്ല, പുറത്തുള്ളവരും ഇല്ല, ഒരാളും ഇല്ല. ജീവിതത്തിൽ ഒന്നല്ലെങ്കിൽ രണ്ട് ഒരു തെറ്റെങ്കിലും എല്ലാ ദിവസവും ചെയ്യാത്തവരായിട്ട് ആരുമില്ല. അങ്ങനെയുള്ള വ്യക്തികൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ ക്രിട്ടിസൈസ് ചെയ്യാം. പാപം ചെയ്യാത്തവർ കല്ലെറിയത്തെന്നൊന്നും ഞാൻ പറയില്ല. കല്ലെറിഞ്ഞോ, കല്ലെറിയുമ്പോൾ ഒരു പ്രാവശ്യം എറിഞ്ഞോ, കൊണ്ടു, അവന് മനസ്സിലായി ചോര ഒന്ന് വേനെടുത്തു, അവൻ ചെയ്യുന്ന തെറ്റാണ്, അക്സെപ്റ്റ് ചെയ്തു. കല്ലെറിയണതിൻ്റെ പിന്നാലെ പാറ മറ്റേ ടിപ്പറി കൊണ്ട് തലയോടെ അടിക്കരുത്, അത് റോങ് ആണ്. കാരണം അപ്പം ചത്തുപോകും, അപ്പോൾ തളർന്ന് ഇല്ലാണ്ടായി പോകും. അത്രയും ലെവലിലേക്ക് പോരുത്. നമ്മൾ ഹെൽത്തി ആയിട്ട് ക്രിട്ടിസൈസ് ചെയ്തോ, ഹെൽത്തി ആയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോ, കുറ്റപ്പെടുത്തിക്കോ, ഓക്കെ. വ്യക്തിപരമായിട്ടുള്ള അധിക്ഷേപങ്ങളിലേക്കും മറ്റേ ബുള്ളിങ്ങിലേക്കും സെക്ഷുവലി അല്ലെങ്കിൽ ഹറാസ്മെന്റിലേക്കും പോകുമ്പോൾ അത് നമ്മളെ മാത്രമല്ല ബാധിക്കുന്നത്, എന്നെ മാത്രമല്ല ബാധിക്കുന്നത്. എന്നെ ഇഷ്ടപ്പെടുന്ന എൻ്റെ കുടുംബമുണ്ട്, ഒരു തെറ്റും ചെയ്യാത്ത, അല്ലെങ്കിൽ എൻ്റെ നിലപാടുകൾ ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്യാത്ത എന്നെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ടാവും. അവരൊക്കെ അത് ഭയങ്കരമായിട്ട് ഭയങ്കര ഡൈവേഴ്സ്ലി അത് ബാധിക്കും. ആ കാര്യം അതിലേക്ക് പോകാതിരിക്കും, അത്രേ ഉള്ളൂ. നമ്മൾ കാണും ചിലപ്പോൾ ഒരു പക്ഷേ നമ്മുടെ പോസിറ്റീവ് സൈഡ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം, അല്ല അങ്ങനെ പല മുഖങ്ങൾ പല കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രേക്ഷകർ കുറെ കൂടെ അടുത്തറിയുന്നത് അവിടെ ഉള്ളവർക്ക് തന്നെയാണ്. അങ്ങനെ അവിടെ കണ്ട എല്ലാവരും വിലയിരുത്തിയിട്ടുള്ള അല്ലെങ്കിൽ കൂടുതൽ അടുത്തറിഞ്ഞിട്ടുള്ള ഒരാൾ കൂടിയാണ്. അവിടെയുള്ളവരെക്കാൾ കൂടുതൽ അവിടെയുള്ളവരെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് പ്രേക്ഷകർ തന്നെയാണ്. അവിടെ കണ്ട് സഹമത്സരാർത്ഥികൾ എന്നുള്ള രീതിയിലേക്ക് വിലയിരുത്തുമ്പോൾ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള ഒരു വീക്ക് പോയിന്റ് ഉണ്ടായിരിക്കും, അല്ലെ? അവരോട് തിരിച്ചറിയാ അത് ഫൈറ്റ് ചെയ്യുന്നവർക്ക് തന്നെയാണ്. പുറത്തിറങ്ങിയിട്ട് നോക്കുമ്പോൾ അങ്ങനെ തോന്നുമ്പോൾ ഈ ഒരു കാര്യം അവർ ക്ലിയർ ചെയ്തിരുന്നെങ്കിൽ കുറെകൂടെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും എന്ന് തോന്നുന്നൊരു പോയിന്റ് ഉണ്ടാവും, അല്ലെ? അങ്ങനെ ഞാൻ കുറച്ച് പേരുടെ പേര് പറയട്ടെ, അവർക്ക് എന്താണെന്ന് പറയാം. അൻസിബയ്ക്ക് എന്ത് തിരുത്തിയാൽ മുമ്പോട്ട് പോകാൻ പറ്റുമായിരുന്നു? അവരുടെ വീക്ക് പോയിന്റ് എന്താണ് അവരുടെ? അൻസിബ ഈസ് ആക്ച്വലി ഗുഡ് ഗെയിമർ. അതായത് ഗെയിം സെൻസിൽ എനിക്ക് അറിയില്ലായിരുന്നു, അകത്ത് വെച്ചിട്ട് എനിക്ക് അറിയില്ലായിരുന്നു.
അറിയാമായിരുന്നു അൻസിബ സംസാരിക്കുന്നത് പ്രേക്ഷകരോടാണെന്ന് എനിക്ക് അറിയാമായിരുന്നു. ഋഷീനെ ഇരുത്തി അൻസിബ കൂടുതലും സംസാരിക്കുന്നത് ഋഷീനോടല്ല. ദാറ്റ്സ് എ സ്ട്രാറ്റജി. അതാണ് അൻസിബയുടെ സ്ട്രാറ്റജി. അൻസിബ ഋഷീനെ ഇരുത്തി പറയുന്നത് മുഴുവൻ ആ സ്വീറ്റ് ആർജെ ആ വോയിസിൽ ഭയങ്കര കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കുന്നത് മുഴുവൻ പ്രേക്ഷകരോടായിരുന്നു. അതുകൊണ്ടാണ് അൻസിബയ്ക്ക് പുറത്ത് ഇത്രയും സപ്പോർട്ട്. അൻസിബയുടെ ചില നിലപാടുകൾ എനിക്ക് ഭയങ്കര എതിരഭിപ്രായമുള്ള നിലപാടുകളുണ്ട്, അല്ലെങ്കിൽ വളച്ചൊടിക്കലുകളുണ്ട്. പക്ഷെ അവിടെയും അൻസിബ ഇസ് എ സ്ട്രോങ് പ്ലെയർ. ആ പ്ലെയർ മെന്റാലിറ്റി ഉള്ളതുകൊണ്ടാണ്, ഇന്റലിജൻസ് ഉള്ളതുകൊണ്ടാണ് പുറത്തുള്ള ആളുകളായിട്ട് ഇത്രയും കണക്ട് ആവുന്നത്. അപ്പൊ അൻസിബയ്ക്ക് മാറ്റാൻ പറ്റാവുന്ന ഒരു കാര്യം പേഴ്സണൽ ഗ്രഡ്ജസ് ആണ്. അൻസിബ ഇപ്പൊ പോലും ഇന്നലത്തെ എപ്പിസോഡിൽ പോലും ഞാൻ കണ്ടത് അൻസിബ പണ്ടത്തെ കാര്യങ്ങൾ വെച്ചിട്ട് പെരുമാറുന്നുണ്ട്. ജാസ്മിൻ അപ്പോളജൈസ് ചെയ്തതിന് ശേഷം അവൾ അപ്പോളജൈസ് ചെയ്തൊന്നും റിയൽ അല്ല എന്ന് പറയുന്നുണ്ട്. ചില സമയത്ത് മനുഷ്യൻ അപ്പോളജൈസ് ചെയ്യുന്ന റിയൽ, പക്ഷെ അവർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ മാത്രം അപ്പോളജൈസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ്. ഞാൻ ഓരോരുത്തരും പറയുന്ന രീതികൾ ഡിഫറെന്റ് പക്ഷെ അങ്ങനെയാണെങ്കിൽ ആ രീതികൾ മാറ്റുമല്ലേ? ഇപ്പൊ ഗബ്രി തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, എനിക്കും ജാസ്മിൻ ഇടയിലുള്ള കാര്യം അറിയുന്നത് ഞങ്ങൾക്കല്ലേ എന്നുള്ളത്. അപ്പൊ അതേപോലെ അൻസിബ ശരിക്കും അത് അപ്പോളജി ചെയ്യുന്ന രീതി അൻസിബ രീതി കൊണ്ടായിരിക്കാം. അത് ഒരുപക്ഷെ അതിനെ തെറ്റു പറയാൻ പറ്റുമോ എന്ന് ചോദിക്കും. അൻസിബ അപ്പോളജൈസ് ചെയ്യുന്ന രീതി അല്ല ഞാൻ പറഞ്ഞേ, അൻസിബയോട് ജാസ്മിൻ അപ്പോളജൈസ് ചെയ്യുന്ന രീതി അത് ചിലപ്പോൾ ജാസ്മിന്റെ രീതിയിലാണ് ജാസ്മിൻ അപ്പോളജൈസ് ചെയ്യുള്ളൂ. അത് ഇന്ന രീതിയിൽ ചെയ്തതുകൊണ്ട് അത് ഫേക്ക് ആണെന്ന് പറയുമ്പോൾ അതൊരു പേഴ്സണൽ ഗ്രഡ്ജിന്റെ പുറത്ത് പറയുന്നത്. അതായത് മുമ്പ് നടന്നൊരു ഇൻസിഡന്റ് അൻസിബനെ അത്രയും എഫക്ട് ചെയ്തതുകൊണ്ടാണ് അൻസിബ അങ്ങനെ പെരുമാറുന്നത്. അത് മാറ്റി കഴിഞ്ഞാൽ അൻസിബ ഓക്കെയാണ്. ബാക്കി എല്ലാ കാര്യത്തിലും അൻസിബ കമ്പാഷൻ ഉണ്ട്, ബാക്കി എല്ലാം ഉണ്ട്. എവിടേക്കോ ഈ ഇത്രയും മൂവീസ് ചെയ്തു, അതിന്റെ ഒരു സ്റ്റാർ വാല്യൂ പരിവേഷം കാര്യങ്ങളുണ്ട്. സോ ഇവർ കൃത്യമായിട്ട് ഒരു സേഫ് സോൺ പിടിക്കുന്നു എന്നുള്ളൊരു അങ്ങനെ തോന്നിയിട്ടുണ്ടോ? അല്ല, വേറൊരു രീതിയിൽ ഓരോരുത്തരും അവരുടേതായിട്ടുള്ള ഗെയിമാണ് കളിക്കുന്നത്. സേഫ് സോൺ എന്ന് അൻസിബ സേഫ് ഗെയിം കളിച്ചിട്ടുണ്ട്. സേഫ് ഗെയിം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അധികം അതിന്റെ അകത്ത് ആരെയും വെറുപ്പിച്ചിട്ടില്ല. ഓഡിയൻസിനോടാണ് കൂടുതലും പരിപാടികളെല്ലാം. അങ്ങനെ വരുമ്പോൾ അതൊരു സേഫ് ഗെയിമാണ്. അവിടെ ഗെയിം കളിക്കുന്നില്ല, കൂടുതലും ഓഡിയൻസ് ആയിട്ടാണ് കളിക്കുന്നത്. സോ ഇറ്റ്സ് ഫൈൻ. ഋഷി ഹാവ് ടു ടേക്ക് ഇൻഡിവിജ്വൽ ഡിസിഷൻസ്. അവന്റെ ഡിസിഷൻസിൽ വിശ്വാസം വരണം, അവനൊരു സെൽഫ് കോൺഫിഡൻസ് വരണം. കാരണം ഇപ്പൊ എല്ലാ കാര്യങ്ങളും അവനിപ്പോ ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്താ ചെയ്യുന്നത്. ആരോടെങ്കിലും പോയി ചോദിക്കും, ഞാൻ ചെയ്തത് ശരിയാണോ, ഇങ്ങനെ എടുക്കട്ടെ, ഇങ്ങനെ ചെയ്താൽ ഓക്കെ ആവും. അത് ചിലപ്പോൾ അവനൊരു ഡബിൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും, അവന്റെ മൈൻഡ് വോയിസിൽ ചിലപ്പോൾ ചെക്ക് ചെയ്യുന്നതായിരിക്കാം. പക്ഷെ അതും പുറത്തു നിന്ന് കാണുമ്പോൾ ആളുകൾ, ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ആളുകൾ കാണുന്നത് ഋഷിനൊരു വാവയുടെ പോലെ. ആരെങ്കിലും ഡിപ്പെൻഡ് ചെയ്ത് പറയുന്ന കാര്യങ്ങളെല്ലാം അവർ പറയുന്ന പോലെ ഒപ്പീനിയൻ വേറൊരാളോട് ചോദിക്കുമ്പോൾ ചിലപ്പോൾ അവന് ഋഷിക്ക് സ്ട്രോങ് ആയിട്ടുള്ള ഒപ്പീനിയൻ ഉണ്ട്, ഋഷിക്ക് സംസാരിക്കാൻ അറിയാം, എല്ലാം അറിയാം. പക്ഷെ അവൻ ആ ചോദിക്കുന്നിടത്ത് അവന്റെ കാര്യം പൊളിയാണ്. അപ്പൊ അതൊന്നും ശരിയാക്കി കഴിഞ്ഞാൽ, സ്വന്തമായിട്ട് സ്റ്റേൺ ആയിട്ടുള്ള ഒപ്പീനിയൻസ് എടുത്തു കഴിഞ്ഞാൽ ഋഷി ഓക്കെ ആവും. നന്ദന കലവില സംസാരിച്ചു. ഈ കഴിഞ്ഞ ആഴ്ച നന്ദന നന്നായിട്ട് പെർഫോം ചെയ്തില്ലേ, ഇപ്പൊ 2 ആഴ്ചയായിട്ട് നന്ദന പെർഫോം ചെയ്യുന്നില്ലേ, എന്തുകൊണ്ടാണെന്നറിയോ? ഇത് ഞാൻ ക്രെഡിറ്റ് എടുക്കുന്നൊന്നുമല്ല. നന്ദനോട് ഞാൻ ഒരു ദിവസം ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു, നന്ദന നീ നിന്റെ നോമിനേഷൻസിനെ സീരിയസ് ആയിട്ട് എടുക്കുക, നീ പറയുന്ന കാര്യങ്ങളിൽ കുറച്ചുകൂടി സീരിയസ്നെസ് കൊണ്ടുപോവാ. നന്ദന ഇറങ്ങി വരുമ്പോൾ നിങ്ങൾ ചോദിച്ചു ഗബ്രി ഇത് പറഞ്ഞിട്ടുണ്ടോ എന്ന്. അതിന്റെ പിറ്റേ ദിവസത്തെ നോമിനേഷനിൽ നന്ദന കറക്റ്റ് ആയിട്ട് കളിച്ചു, പവർ ടീമിലേക്ക് നന്ദന കയറി. അവിടെ നിന്നാണ് നന്ദനയുടെ ഗ്രാഫ് മാറിയത്. വ്യക്തമായിട്ട് ഞങ്ങൾ ഒരു 1.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചു. അന്നാണ് നന്ദനയുടെ ഗ്രാഫ് മാറിയത്. അപ്പോൾ ഋഷിയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഋഷിയുടെ അടുത്ത് എനിക്ക് ക്യാപ്റ്റൻസിയിൽ പോലും ഞാൻ പറഞ്ഞു, ഋഷി പേഴ്സണൽ ഒപ്പീനിയൻ, ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് പേര് പറയും, നിനക്ക് എന്താണോ ശരിയെന്ന് തോന്നുന്നത് എല്ലാം കേട്ടോ, പക്ഷെ എടുക്കുമ്പോൾ നിനക്ക് ഇഷ്ടമാണോ, നിനക്ക് ശരിയെന്ന് തോന്നുന്നു മാത്രം എടുക്കണം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ശ്രീതു is a nice person. ശ്രീതു is a very nice person. She is a very caring person. ഞാൻ പറഞ്ഞ അതിലേക്ക് വരുന്നത്, she is a little bit scared to address things. അവളെ ബാധിക്കാത്ത കാര്യങ്ങൾ എന്ന് തോന്നുന്നതിൽ ഒന്നും അവൾ ഇടപെടില്ല. അതായത് അനാവശ്യമായിട്ട് അയ്യോ അവിടെ ഒരു അടി നടന്നു, ഞാൻ എന്തിനാ ഇടപെടണം, എന്നെ ഡയറക്ട്ലി ബാധിക്കുന്നില്ല. ശ്രീതുവിന്റെ പേര് വരുന്നത് വരെ ശ്രീതു ഇടപെടില്ല. നമ്മളൊരു അങ്ങനെ ഒരു ഇതിൽ ക്ലോസ്ഡ് എൻക്ലോഷറിൽ ജീവിക്കുന്ന സമയത്ത് ഒരു പ്രശ്നം വന്നാൽ അത് നമ്മുടെ കൂടി പ്രശ്നമാണ് എന്ന് കരുതി അതിൽ ഇടപെടാനുള്ള ഒരു മനസ്സ് ശ്രീതു കാണിച്ചാൽ, ശ്രീതുവിന് അങ്ങനെ പറയാൻ വലിയ കാര്യമായിട്ടൊന്നുമില്ല. ഇതാണ് ഒരു കാര്യം. പിന്നെ കുറച്ച് ഗെയിം പെർസ്പെക്റ്റീവിൽ വരുമ്പോൾ കുറച്ച് സെൽഫിഷ് ആണ്. അതൊരു നെഗറ്റീവ് കാര്യമല്ല, എന്നാലും അതും കൂടി എടുത്ത് പറയാം. ഞാൻ സായി പതുങ്ങിയിരുന്നു പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. സായിക്ക് നല്ല സംസാരിക്കാൻ കഴിവുള്ള ആളാണ്. പക്ഷെ സായി കുറച്ച് കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നടക്കൂല. അത് ഞാൻ ആദ്യത്തെ ആഴ്ച മനസ്സിലാക്കിയ കാര്യമാണ്. മിണ്ടാതിരുന്നാൽ മിണ്ടാതിരുന്നു പോകും, പിന്നെ നമുക്ക് ഓണാവാൻ പറ്റില്ല. അപ്പൊ സായി ഒന്ന് ഓണായി കഴിഞ്ഞാൽ സായി ഓക്കെ ആവും. ജിൻഡോ ചേട്ടൻ സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണെങ്കിലും പറയുന്ന ചില കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ ക്യാരക്ടർ ലെവലിലേക്ക് പോവാതിരിക്കാം, അല്ലെങ്കിൽ അതിനൊരു മ്ലേച്ഛമായിട്ടൊരു എലമെന്റ് കൊടുക്കാതിരിക്കാം. അപ്പൊ ആ അണ്ടർ ഗാർമെന്റ്സിന്റെ ഇഷ്യൂസ് ആണെങ്കിലും അത്രയും വലിയൊരു കാര്യമാക്കേണ്ട ഒരു ഇഷ്യൂ അല്ല അത്. അല്ലെങ്കിൽ പറയുന്ന ചില വാക്കുകളിലാണെങ്കിലും പലരും പറയും, പുള്ളി പറഞ്ഞു തുടങ്ങുമ്പോഴാണ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് കൂടുതലും വരുന്നത്. പുള്ളി ഇങ്ങനെ മ്ലേച്ഛമായിട്ട് പറയുമ്പോൾ നമുക്ക് നാച്ചുറലി ഒരു ടെൻഡൻസി വരും പുള്ളിനെ തളർത്തണം എന്നുള്ളത്. അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പോണത്. അപ്പോൾ ഗെയിമിന്റെ പെർസ്പെക്റ്റീവിൽ കളിച്ചോ, പക്ഷെ
സ്ട്രാറ്റജീസ് ചെയ്യുന്നതും പുള്ളിയുടെ മറ്റേ വേഷം മാറുന്നതും കോമഡിത്തരം ഒക്കെ ഫണ്ണാണ്. പക്ഷെ ആ ഒരു പേഴ്സണൽ ലെവലിലേക്ക് പോവാതിരിക്കുക, അതായത് നമ്മളെ ഭയങ്കരമായിട്ട് അധിക്ഷേപിക്കാതിരിക്കുക, അത് മാത്രമാണ് ചിന്തിച്ചേണ്ട കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളൂ. റസ്മിൻ കൺഫ്യൂസ്ഡ് ആണ് ഭയങ്കര. ആ കൺഫ്യൂഷൻ ഒഴിവാക്കി കഴിഞ്ഞാൽ റസ്മിൻ ഓക്കെ ആവും. അതായത് റസ്മിൻ ആരെ വിശ്വസിക്കണം, റസ്മിൻ ആരാ ഉള്ളത്, റസ്മിൻ എല്ലാവർക്കും കൊണ്ട് പക്ഷെ റസ്മിൻ ആരുമില്ല, അല്ലെങ്കിൽ ആരുടെ കൂടെ നിൽക്കണം, ആരാണ് ശരി, പുറത്തെ പെർസ്പെക്റ്റീവ് എന്താണ്, ഞാൻ എങ്ങനെയാണ് ഇവിടെ നിൽക്കുന്നത്, ഞാൻ ഇത്ര നാൾ നിന്നത് ഇങ്ങനെയാണോ, ഞാൻ ഇനി ഔട്ടാവോ, ആ ഒരു പേടി കൺഫ്യൂഷൻ മാറിക്കഴിഞ്ഞാൽ റസ്മിൻ ഓക്കെ ആവും. അർജുൻ ഇസ് എ ഗുഡ് ഗെയിമർ. ഐ മീൻ സേഫ് ഗെയിമർ ആണെന്ന് തോന്നിയിട്ടുണ്ട്. സേഫ് ഗെയിമർ അല്ല. സേഫ് ഗെയിമർ ആണെന്ന് വെച്ചാൽ സേഫ് ഗെയിം അവന്റെ ചിലപ്പോൾ ഒരു സ്ട്രാറ്റജി ആയിരിക്കാം. പക്ഷേ ഈസ് എ റിയലി ബ്രില്യൻ ഗെയിമർ. കാരണം അവന്റെ അത്രയും ബിഗ് ബോസ് പഠിച്ചിട്ടുള്ള വേറെ ആരും ആ വീട്ടിലുണ്ടാവില്ല. എല്ലാ സീസൺസും എല്ലാ ലാംഗ്വേജിലും കണ്ട് ഓരോ ഇൻസിഡന്റ് വരെ ഓർത്തെടുക്കും. അവിടെ നോറ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത് അവനറിയാം, ഇത് മറ്റേ ഹിന്ദിയിലെ ഏതോ ഒരു സീസണിൽ ആ പെണ്ണ് ഇന്നത് ചെയ്തിട്ടുണ്ട്, ഇവൾ അതാണ് പിടിക്കണം. ചിന്തോ ചേട്ടൻ ഇത് ചെയ്യുമ്പോൾ ഇത് മറ്റേ സീസണിൽ തമിഴിൽ ഇങ്ങനെ ഒരു സാധനം ചെയ്തിട്ടുണ്ട്, ഇത് അതാണ് പിടിക്കണം. അർജുന് കാണാൻ പാടാ. അപ്പൊ അതവന്റെ സ്ട്രാറ്റജിയാ. അതായത് അവനറിയാം എന്ത് കൊടുക്കണം, ആളുകൾക്ക് എന്ത് കണ്ടാൽ ഇഷ്ടപ്പെടുമെന്ന് അവനറിയാം. ഈസ് എ വെരി ജെനുവിൻ പേഴ്സൺ. അവൻ കെയറിംഗ് ആണ്. ഒരാൾ എടുത്തുകൊണ്ട് പോകുമ്പോൾ തന്നെ നമുക്കറിയാം. അതായത് ഗെയിം വിട്ടിട്ടാണെങ്കിലും ഒരാൾക്ക് പരിക്ക് പറ്റിയാൽ അർജുൻ ഓടിച്ചെന്ന് എടാ ഓക്കെ ആണോ, ഒരാൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എടാ കഴിക്കി എന്ന് പറയാനുള്ള ഒരു മനസ്സ്. ഇസ് എ വെരി വെരി കെയറിംഗ് ജെനുവിൻ പേഴ്സൺ. ആ കാര്യത്തിൽ അർജുൻ ഇസ് വെരി നൈസ്. യെസ്. അപ്പൊ എന്തായാലും ഞാൻ ഒരു റീ എൻട്രി സംഭവിക്കട്ടെ ഗബ്രിയുടെ, അല്ലെ കുറേയേറെ പ്ലാനിങ്ങുകളും കാര്യങ്ങളും ഇല്ലെങ്കിൽ പോലും ഇനി വരുമ്പോ സ്ട്രാറ്റജി മാറും. ഇനി ഒരു റീ എൻട്രി ഉണ്ടെങ്കിൽ ഞാൻ സ്ട്രാറ്റജി ചെയ്ത് ഗെയിം കളിക്കും. ജാസ്മിന്റെ അടുത്തൊന്നും ഒരു മാറ്റം ഉണ്ടാവാൻ പോലില്ല. ഇറ്റ്സ് ഗോയിങ് ടു ബി ദ സെയിം. കാരണം എനിക്ക് അതിൽ തെറ്റ് തോന്നുന്നത് വരെ ഞാൻ അതിൽ നിന്ന് മാറാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതൊരു തെറ്റല്ല. ഒരു ഫിസിക്കൽ ഇന്റിമസി അല്ലെങ്കിൽ എന്റെ സുഹൃത്തിന്റെ ദേഹത്ത് ഞാൻ തോളത്ത് കയറുന്നതുകൊണ്ടോ കെട്ടിപ്പിടിക്കുന്നതുകൊണ്ടോ എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അതിലൊന്നും ഒരു ചേഞ്ചും വരാൻ പോലില്ല. പക്ഷെ ഇനി ഒരു റീ എൻട്രി കിട്ടിക്കഴിഞ്ഞാൽ ഗെയിം, കാരണം ഇപ്പൊ എനിക്ക് കിട്ടിയ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അതായത് ഞാൻ വിചാരിച്ച പല കാര്യങ്ങളും സത്യമായിരുന്നു, ഇതെനിക്ക് അന്നേ കൊടുക്കേണ്ടതായിരുന്നു എന്നെന്റെ മനസ്സിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അത് വെച്ചിട്ട് കളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ the game is going to change. ഓൾറെഡി ഞാൻ ഇറങ്ങിയ ദിവസം തൊട്ട് ഗെയിം ഭയങ്കരമായിട്ട് ചേഞ്ച് ചെയ്തു. ശ്രദ്ധിച്ചായിരുന്നു? എല്ലാവരും മാറി, എല്ലാവരുടെയും ടാർഗറ്റുകൾ മാറി, എല്ലാവരുടെയും സ്വഭാവം മാറി. ജാസ്മിനെ കോർണർ ചെയ്ത് അങ്ങോട്ട് ഇല്ലാണ്ടാക്കുന്ന ലെവലിലേക്ക് എത്തി. അപ്പൊ സിജോ സപ്പോർട്ട് ചെയ്ത് തുടങ്ങി. എല്ലാവരുടെയും പെർസ്പെക്റ്റീവുകളും മൊത്തം പരിപാടികൾ ചേഞ്ച് ആയി. ഇറ്റ്സ് എ വെരി നൈസ് തിങ്. കരുക്കൾ നീങ്ങി തുടങ്ങി എന്ന് പറയാം. ചിലവർ വരുമ്പോ ചരിത്രം മാറുന്ന പറഞ്ഞാൽ ചിലർ പോയപ്പോഴാണ് ചരിത്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും റീ എൻട്രി സംഭവിക്കട്ടെ. കപ്പ് ആഗ്രഹമില്ലെങ്കിലും ഒരു 100 ദിവസം ഒരു പകുതി പൈസ എനിക്ക് തരാം അല്ലേ? അങ്ങനെ ഡീൽ ഉണ്ട് അല്ലേ? മതി, അങ്ങനെയും മതിയല്ലോ അല്ലേ? അപ്പൊ അടിപൊളിയായിട്ട് മുന്നോട്ട് ഇതുപോലെ പോട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.